ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഗൗരഭാഗവത്തിലേക്ക് കിടക്കാം. രാവിലെ ഗൗരഭാഗവത്തിൻ്റെ പല പല ഭാഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഇന്നലെയും ചർച്ച ചെയ്തു, ഇന്നും ചർച്ച ചെയ്തു. രാവിലെ ചൈതന്യ മഹാപ്രഭു ആരാണെന്നും എങ്ങനെ മഹാപ്രഭു ഈ ലോകത്തിൽ വന്നു എന്നും ഭഗവാന്റെ ലീലകളിൽ പല പല ദേവന്മാരും പാർഷദരായിട്ട് അവരൊക്കെ വരുന്നതായിട്ടും ഇതൊക്കെ നമ്മൾ പഠിച്ചു. ബ്രഹ്മദേവൻ എങ്ങനെ തപസ് ചെയ്തു എന്നും പഠിച്ചു. ഇനി മുന്നോട്ട് ഭഗവാൻ എങ്ങനെ ഭൂമിയിലേക്ക് അവതരിച്ചു, അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് പ്രണാമ മന്ത്രങ്ങൾ ഉരുവിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഉപജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഗതാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാശ്രിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം സ്യാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ ആചാര്യപാദായ ഹിതായ കൃപപ്രദായിനേ ഗൗരഗധാദാമദായ നഗരഗ്രാമദായിനേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീവാഷഭാനവീ ദേവി ദേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗവർത്തിത ശ്രീഗൗരകരുണാശക്തിവിദായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രാംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായധേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരകൃഷ്ണേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാം ഭോജോ രാധാ മദന മോഹനോ ദിവ്യതുരന്ദാരണ്യകൽപദ്രുമത ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദ ദേവോ പ്രേഷ്ഠാദവേ സേവ്യമാനസ്വദാമി. ശ്രീമന്ദാസരസാരം ദീവം ശ്രീവടത്തടസ്ഥിത ദർശൻ വേണുസ്മരേ ഗോപിർ ഗോപിനാഥ ശ്രേഷ്ഠ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമാമന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. നമ്മൾ ഗൗരഭാഗവതമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും അല്ലേ. അതിൻ്റെ തുടർച്ചയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ബ്രഹ്മദേവൻ എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കാനിടയുണ്ടായത് അത് നമ്മൾ പഠിച്ചു. ഭഗവാന്റെ ലീലയിൽ ബ്രഹ്മദേവൻ എങ്ങനെ പങ്കെടുക്കുന്നു അതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ.
രാവിലെ വിരക്തിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പായിട്ട് ഭൂമിയിൽ പൊതുവെ എല്ലാവരും ധർമ്മത്തിൻ്റെ പേരിലും ആധ്യാത്മികതയുടെ പേരിലും അവരവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട പല ആചാരാനുഷ്ഠാനങ്ങളിലും മഗ്നരായിരുന്നു. അത് കൂടുതലും ഭൗതികതയായിരുന്നു, ആധ്യാത്മികതയല്ല. ഇന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ സത്സംഗത്തിൽ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ കൂടുതലും ഇത്രയും ഡീപ്പായിട്ട് ആധ്യാത്മികതയിൽ പുരോഗമിച്ചതും അത്രത്തോളം ചിന്താതി നമ്മുടെ വർദ്ധിച്ചതുമൊക്കെ. പക്ഷേ ഇതിൽ വരുന്നതിന് മുമ്പേ നമ്മളും ഏകദേശം എല്ലാവരും ഭൗതികതയിൽ തന്നെയായിരുന്നു, അല്ലേ? നമ്മൾ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്, നമ്മുടേതായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറമായിട്ട് ഇതിൻ്റെ ആഴത്തിൽ കുറേ കാര്യങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളിലൂടെയാണ്, ഈ ഒരു പരമ്പരയിലൂടെ. അന്നേരം ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, മഹാപ്രഭു ബംഗാൾ പ്രദേശം തന്നെ തിരഞ്ഞെടുക്കാൻ പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ താമസിക്കുന്ന സ്ഥലമാണ്, ഏറ്റവും വലിയ വിദ്വാൻമാർ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ബംഗാൾ. ഇന്നത്തെ പോലെയല്ല, അത്രയ്ക്ക് ഉന്നത വ്യക്തികൾ താമസിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അന്നേരം ആ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ അവർ ഈ ഒരു ഭക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പ്രദേശങ്ങളിലുള്ളവരും അത് സ്വീകരിക്കും, സ്വാഭാവികം, അങ്ങനെയാണല്ലോ. അപ്പോൾ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിൻ്റെ സമയത്തും അങ്ങനെയായിരുന്നു. ഇപ്പം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രമൊക്കെ ലഭിച്ചത് ആ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിലൂടെ ലഭിച്ച ആ മന്ത്രങ്ങൾ തന്നെയാണ്. മഹാപ്രഭുവിൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ആചാര്യന്മാർ നമ്മുടെ ഈ പ്രദേശത്തൂടെയൊക്കെ പോയി, അങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതൊക്കെ. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സമയത്ത് ബാക്കിയുള്ള എല്ലാ പരമ്പരകളും ഏകദേശം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ പ്രചരണം, ആ പരമ്പരയിലൂടെ വരുന്ന പ്രചരണത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു ഭക്തി പ്രക്രിയ അതിനെയൊക്കെ നിലനിർത്തിയതെന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ വരുന്ന ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പായിട്ട് പൊതുജനങ്ങൾക്ക് അന്യ ദേവി ദേവ ആരാധനയിലായിരുന്നു താല്പര്യം. ഭഗവാൻ കൃഷ്ണൻ്റെ ആരാധനയിൽ താല്പര്യമില്ലായിരുന്നു, പ്രത്യേകിച്ച് ബംഗാൾ പ്രദേശത്ത്. പൊതുവെ എല്ലായിടത്തും അങ്ങനെയായിരുന്നു. പക്ഷെ ബംഗാളിൻ്റെ ആ ഒരു സാഹചര്യം ഇവിടെ വർണ്ണിക്കുകയാണ്. പൊതുവെ വലിയ വലിയ ആഘോഷങ്ങൾ കുടുംബത്തിൽ നടത്തുക എന്നതായിരുന്നു അവരുടെ അഭിമാന വിഷയമായിട്ട് മാറിയിരിക്കുന്നു. അതായത് മക്കളുടെ കല്യാണം വളരെ ആർഭാടത്തോടു കൂടി നടത്തുക, ഇതാണ് ധാർമ്മികത എന്ന് പല വ്യക്തികളും ചിന്തിച്ചിരുന്നു. വിവാഹം തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെയാണ്. പക്ഷെ എന്നാലും വിവാഹം നടത്തുന്നത് മാത്രമാണ് വലിയൊരു ധാർമ്മികത എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു ആ സമയത്ത്. അത്തരം മക്കളുടെയൊക്കെ വിവാഹം വലിയൊരു ഉത്സവത്തെ പോലെയായിരുന്നു. അവരുടെ സമ്പത്തിനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതെല്ലാം പൊതുവെ നടത്തിയിരുന്നത്. അവരെത്രത്തോളം ഉന്നത കുലജാതരാണ്, അവരുടെ എത്രത്തോളം സമ്പത്തുണ്ട്, എത്രത്തോളം ധാർമ്മികതയിൽ ഇരിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു വിവാഹ ചടങ്ങുകളൊക്കെ. അന്നേരം ഈ വിവാഹ ചടങ്ങൊക്കെ പേരും പ്രശസ്തിക്കും പെരുമ കാണിക്കാനും വേണ്ടിയായിരുന്നു. അപ്പോൾ എതിരാളികൾ തമ്മിൽ മത്സരതാ ബുദ്ധി കാണുമല്ലോ. അന്നേരം ഒരു തമ്മിൽ മത്സരതയുള്ള വ്യക്തി അയൽവാസിയാണെന്ന് നമുക്ക് കരുതാം. അന്നേരം അയൽവാസിയായിട്ടുള്ള ആ വ്യക്തി ഈ വ്യക്തിയെക്കാട്ടിയും ഒരുപാട് ആർഭാടമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവർ വീണ്ടും ഒരു വിവാഹം നടത്തും. മക്കളുടെ വിവാഹം എല്ലാവരുടെയും കഴിഞ്ഞുവെങ്കിൽ പിന്നെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹ ചടങ്ങുകൾ നടത്തും. നമ്മൾ പൊതുവെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണി ദേവിയുടെയും വിവാഹം നടത്താറുണ്ട്, അല്ലേ? ഒരു ചടങ്ങെന്നുള്ള രീതിയിൽ. അങ്ങനെ മക്കളുടെ കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ആരും ഇല്ല കല്യാണം കഴിക്കാനെങ്കിൽ അവിടെ പെരുമ കാണിക്കാൻ വേണ്ടി മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടത്തുന്ന രീതിയിൽ അവർ ചടങ്ങുകൾ ഉണ്ടാക്കും. അപ്പോൾ അവർ പറയും,
അത് ശരി, നീ എന്നെ തോൽപ്പിച്ചു അല്ലേ, എങ്കിൽ ഇതിനെക്കാട്ടി വലിയ ആർഭാടമായിട്ട് ഞാൻ ഇനി അടുത്ത് നടത്തും എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി വീണ്ടും ഈ വ്യക്തിയെ തോൽപ്പിക്കാനായിട്ട് വീണ്ടും മഹാദേവന്റെയും പാർവതിയുടെയും വിവാഹം കഴിഞ്ഞു. എന്നിട്ട് ഇതുകൂടെ തീരത്തില്ല. ഇത്രയും മത്സരത നടന്ന് അവസാനം അവർ പിന്നെ പുതിയതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ കൊണ്ടുവരും. അതായത് നായ്ക്കളുടെ വിവാഹം, ആൺപട്ടിയും പെൺപട്ടിയുടെ വിവാഹം, ഇന്നും അതൊക്കെ നടക്കാറുണ്ട്. അന്നേരം നായ്ക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അന്നേരത്തേക്ക് ഉടനെ മറ്റാൾ പറയും, അത് ശരി, നായ്ക്കളുടെ പോലും വിവാഹം നീ ഇത്രയും ഗംഭീരമായിട്ട് നടത്തുന്നത് അല്ലേ? അന്നേരം ഉടനെ ഞാൻ എന്നാൽ പൂച്ചകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും. അങ്ങനെ പൂച്ചകളെ കൊണ്ടും അതേപോലെ വിവാഹം കഴിപ്പിച്ചു. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ നിരർത്ഥകമായിട്ട് അവരുടെ ഉയർച്ച കാണിക്കാനായിട്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പെരുമ കാണിക്കാനായിട്ട് അവർ ഇങ്ങനെ കാശ്, സമ്പാദ്യം എല്ലാം ഇങ്ങനെ കളയുകയായിരുന്നു ആ സമയം. ഇതെല്ലാം കണ്ടിട്ട് ഭഗവാന്റെ ഭക്ത സമുദായം അവർ ചിന്തിക്കുകയായിരുന്നു, ഇതെല്ലാം എന്താണ്? ഇതും ധാർമ്മികതയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആധ്യാത്മിക കാര്യങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എല്ലാവരും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് സുഖ സമൃദ്ധിക്ക് വേണ്ടി മാത്രമായിരുന്നു. ആരും ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നില്ലായിരുന്നു. എന്നാലോചിച്ച് നോക്കണം. അന്നേരം പൊതുവെ അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാമം ജപിക്കുന്നത് നാമത്തിൻ്റെ ശക്തിയെ കെടുത്തും, അതുകൊണ്ട് ഗംഗയിൽ കുളിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജപിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ചിന്തിക്കുന്നവരായിരുന്നു. അശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത്, ഗംഗയിൽ ശുദ്ധമായിട്ടിരിക്കുമ്പോൾ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ, അല്ലാതെ നമ്മൾ മറ്റു ഭൗതിക കാര്യങ്ങളുടെ ഇടയിൽ ഒരിക്കലും ജപിക്കാൻ പാടില്ല. അങ്ങനെ നവദ്വീപിൽ ഭൗതികത ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുറമെ എല്ലാം ധാർമ്മികതയിലാണ്, ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസികളായിട്ട് എല്ലാവരും ജീവിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ഇത് തന്നെയാണ്. ഇന്ന് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇത് തന്നെയല്ലേ? എല്ലാവരും അവരുടെ പെരുമ കാണിക്കുന്ന കല്യാണത്തിലൂടെയും ഓണാഘോഷങ്ങളിലൂടെയും പാർട്ടി അല്ലേ, ഇതല്ലേ നടക്കുന്നത് എല്ലായിടത്തും. ഇത് തന്നെ നമ്മുടെ നാട്ടിലും അതൊക്കെ തന്നെയാണ് സ്ഥിതി. ഇവിടെ പെരുമയൊക്കെ കാണിക്കുന്നത് ആഘോഷങ്ങളിലൂടെയാണ്. എല്ലാ ബന്ധുക്കളെ എല്ലാവരും വിളിച്ച്, കണ്ടോ ഞാൻ എത്ര വലിയ പാർട്ടിയാണ് തരുന്നതെന്നുണ്ടോ? അത് ശരി, നീ വലിയ പാർട്ടിയാണ് തരുന്നത്, എങ്കിൽ എൻ്റെ പാർട്ടി നോക്കൂ എന്ന് പറഞ്ഞ് അവരും വീണ്ടും തുടങ്ങും. കറക്റ്റ് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻസിലിടും. എന്തിനേറെ പറയുന്നു, ഈ പട്ടികളുടെയും പൂച്ചകളുടെയും വിവാഹത്തിൽ യജ്ഞം വരെ ചെയ്യുമായിരുന്നു. എന്നാലും ഇവിടെ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു, പെരുമ കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നതിന് മുമ്പായിട്ട് അദ്വൈത ആചാര്യൻ അവതരിച്ചു. പൊതുവെ നമ്മൾ പഞ്ചതത്വ മന്ത്രം പറയാറുണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിന് മുമ്പേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തമെന്ന്. അതിൽ ചൈതന്യ മഹാപ്രഭു, ജയ ശ്രീകൃഷ്ണ ചൈതന്യ, പിന്നെ നിത്യാംപ്രഭു എന്ന് പറഞ്ഞാൽ ബലരാംജിയാണ് അദ്വൈതാചാര്യൻ. അത് സാക്ഷാൽ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും കൂടെ അവതാരമാണ്. എന്നാൽ ഇതൊക്കെ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഒരുപക്ഷെ ആദ്യമായിട്ട് സത്സംഗത്തിൽ വരുന്ന ഭക്തരാണെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം ഓക്കെ, ഇത് മഹാവിഷ്ണുവിൻ്റെ അവതാരം, ഒരേ സമയത്ത് രണ്ടുപേരെങ്ങനെയാണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി വന്നപ്പോൾ അതേ സമയത്ത് പരശുരാമസ്വാമി അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതേപോലെ ഒരേ സമയത്ത് ഭഗവാന്റെ രണ്ടാമത്തെ. പക്ഷേ ഭഗവാൻ കൃഷ്ണനും വിഷ്ണുവായിട്ട് വ്യത്യാസമുണ്ട്. ഒരേ ആളാണെങ്കിലും ഭാവത്തിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടാണ് നമ്മൾ പൊതുവെ ശ്രീകൃഷ്ണ ഭഗവാനെ വിചാരിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ലോകത്തിൻ്റെ പരിപാലനം ചെയ്യാൻ വേണ്ടി ഭഗവാൻ എടുക്കുന്ന രൂപമാണ് വിഷ്ണു രൂപം. അസംഖ്യം വിഷ്ണു രൂപങ്ങൾ ഭഗവാൻ എടുക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പരിപാലനം ചെയ്യാനായിട്ട്. അന്നേരം പിന്നെ നമുക്ക് സന്താനഗോപാല ലീലയിൽ ഇത് കാണാൻ കഴിയും. സന്താനഗോപാല ലീലയിൽ ദ്വാരകയിലുള്ള ബ്രാഹ്മണൻ്റെ കുട്ടികളെ മഹാവിഷ്ണു അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അർജുൻ അന്വേഷിച്ച് പോകുന്നതും, പിന്നെ കുട്ടിയെ എവിടെയാണെന്ന് അർജുന് മനസ്സിലാവുന്നില്ല. അർജുൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ തടഞ്ഞ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? അന്നേരം അവിടെയും നമുക്ക് മനസ്സിലാകും, ഒരേ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ?
അന്നേരം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകവാസികളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഈ ലോകത്തെ പരിപാലനം ചെയ്യുന്ന വിഷ്ണു രൂപത്തിലൂടെയാണ്. പക്ഷേ ഇതിനപ്പുറത്തായിട്ട് ഭഗവാന്റെ ഒരു ഭാവമുണ്ട്, അതാണ് ശ്രീകൃഷ്ണ ഭാവം. ഒറിജിനലി ഭഗവാൻ എന്ന് പറഞ്ഞ ആദിപുരുഷൻ എന്ന് പറഞ്ഞാൽ അത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആ ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നത്. അന്നേരം അതേ സമയത്ത് ഭഗവാന്റെ വിസ്തരണമായ ബലരാമസ്വാമി നിത്യാനന്ദ പ്രഭു ആവുകയും മഹാവിഷ്ണു അദ്വൈതാചാര്യനാവുകയും ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്വൈതാചാര്യൻ നേരത്തെ അവതരിച്ചു ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ സഹായിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവാണ്, ഇത് സദാശിവനും കൂടെയാണ്. അന്നേരം ഭഗവാന്റെ അവതാര ഉദ്ദേശത്തിൽ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അന്നേരം യുഗധർമ്മം നാമജപമാണ്. അന്നേരം അദ്വൈതാചാര്യന്റെ വഴിയിലൂടെ പ്രചരണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അന്നേരം അദ്വൈതാചാര്യൻ ചിന്തിച്ചു, കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് ഭഗവാനോടുള്ള പ്രേമഭക്തിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പൊതുവെ വിഷ്ണു രൂപം, മഹാവിഷ്ണു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരെ കൊല്ലുക എന്നതാണ്. അന്നേരം അസുരന്മാരെ കൊന്ന് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുക എന്നതാണ് മഹാവിഷ്ണു ചെയ്യുന്നത്. അന്നേരം അദ്വൈതാചാര്യൻ മഹാവിഷ്ണുവാണ്, സദാശിവനും കൂടെയാണ്. അദ്വൈതാചാര്യൻ ചിന്തിക്കുകയാണ്, ഈ കലിയുഗവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാർ തന്നെയാണ്. ഏകദേശം എല്ലാവരും അസുരഭാവത്തിലാണ്. അന്നേരം ഇവരെ കൊല്ലുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇവരെ ഭക്തരാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അദ്വൈതാചാര്യൻ വിചാരിച്ചു, എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല ഇത്, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ അവതരിക്കേണ്ടതായിട്ടുണ്ട്. അന്നേരം ഇതിനു മുമ്പേ ദ്വാരകാലീല നമ്മൾ കേട്ടു, രുക്മിണി ദേവിയായിട്ടുള്ള സംവാദം. അതുകൂടാതെ നാരദ മഹർഷി ശ്വേതദ്വീപിൽ പോകുന്നതും അവിടെ ചൈതന്യ മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുന്നു, അതൊക്കെ നമ്മൾ പഠിച്ചു. ഇതേ സമയത്ത് തന്നെ അദ്വൈതാചാര്യനും ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. സാക്ഷാൽ ഭഗവാൻ തന്നെ, ആദിപുരുഷനായ ഭഗവാൻ എല്ലാ വിഷ്ണു സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ ശ്രീകൃഷ്ണ ഭഗവാനോട് അവതരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങ് സ്വയം വന്നിട്ട് ഈ കലിയുഗവാസികളെ രക്ഷിക്കാൻ കഴിയും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കമൻസിലിടും. അതായത് ആദ്യം രുക്മിണി ദേവിയായിട്ടുള്ളൊരു സംവാദം ഒരു കാരണമാകുകയാണ് മഹാപ്രഭു അവതരിക്കാൻ. രണ്ടാമത് നാരദ മഹർഷി ശ്വേതദ്വീപിൽ പോകുന്നു, അവിടെ വെച്ചും ഒരു സംവാദം നടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അദ്വൈതാചാര്യനും അഭ്യർത്ഥിക്കുകയാണ്. എന്താ സംഭവിച്ചത്? അദ്വൈതാചാര്യൻ ഉറക്കെ പറയുക, ഹേ കൃഷ്ണ, ഹേ കൃഷ്ണ, ഇങ്ങനെ കരയുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗാജലം കൊണ്ട്, തുളസി ദളങ്ങൾ കൊണ്ടും ഒരു ശാലഗ്രാമശിലയിൽ അഭിഷേകം ചെയ്ത് തുളസിയൊക്കെ സമർപ്പിക്കുകയാണ്. എത്രയോ ദിവസം അദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചില്ല. എന്നിട്ട് അഭ്യർത്ഥിക്കുകയാണ്, സാക്ഷാൽ മഹാവിഷ്ണു. അതൊന്ന് ആലോചിച്ച് നോക്കൂ, ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം എന്തുവാണെന്ന്. സാക്ഷാൽ മഹാവിഷ്ണു. ഇതിനു മുമ്പേ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റ് ദേവന്മാർ ഭൂമിയിൽ ഭൂഭാരം വർദ്ധിക്കുമ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ചേർന്ന് ബ്രഹ്മദേവൻ്റെ അടുത്ത് അഭ്യർത്ഥിക്കും, ബ്രഹ്മദേവൻ മഹാദേവൻ്റെ അടുത്ത് പോകും. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് വൈകുണ്ഠനാഥനായ ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് എത്തുന്നത്. ക്ഷീരോദകശായ വിഷ്ണുവിൻ്റെ അടുത്താണ് എത്തുന്നത്. കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കൂടുതൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷേ ക്ഷീരോദകശായ ഭഗവാന്റെ 3 വിഷ്ണു രൂപങ്ങളുണ്ട്. ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകശായ വിഷ്ണു. ഈ കാരണോദകശായ വിഷ്ണുവാണ് എല്ലാ ബ്രഹ്മാണ്ടങ്ങളുടെ ഉദ്ഭവം. അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നാണ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്. ഇതുകൂടാതെ ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവായിട്ട് ഈ 14 ലോകങ്ങളുടെയും 14 ലോകവാസികളെയും എല്ലാത്തിനെയും ഗർഭം ധരിക്കുന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം വരികയാണ്, ബ്രഹ്മദേവൻ വരുന്നു. അതുകൊണ്ടാണ് ഗർഭോദകശായ വിഷ്ണു എന്ന് പറയുന്നത്. ഇതുകൂടാതെ പരമാത്മാവായിട്ട് ഭഗവാൻ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ഭഗവാൻ ശയിക്കുന്നത് ക്ഷീരസാഗരത്തിലാണ്. ക്ഷീരസാഗരത്തിൽ ശയിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നു, ഓരോ അണുവിലും വസിക്കുന്നു. ഇങ്ങനെയാണോ സൂര്യദേവൻ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾ എവിടെ പോയാലും സൂര്യദേവനെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അതേപോലെ
ഭഗവാൻ ഒരിടത്ത് ഇരുന്നു കൊണ്ട് സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ക്ഷീരോദകശായ വിഷ്ണുവാണ്. അന്നേരം പൊതുവേ ദേവന്മാരെല്ലാവരും പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ക്ഷീരസാഗരത്തിലാണ്, പാലാഴിയിൽ. എന്നാൽ ഇത് ക്ഷീരോദകശായ വിഷ്ണുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഗർഭോദകശായ വിഷ്ണുവിന്റെ കാര്യമല്ല. ഈ എല്ലാ വിഷ്ണുക്കളുടെയും സ്രോതസ്സായ, അതായത് ആരുടെ രോമകൂപത്തിൽ നിന്നാണോ ബ്രഹ്മാണ്ടങ്ങൾ വരുന്നത്, ആരാണോ സന്താനഗോപാല ലീലയിൽ ഭഗവാൻ കൃഷ്ണനെയും അർജുനെയും കാണാൻ വേണ്ടി ദ്വാരകയിലുള്ള കുട്ടികളെല്ലാം കൊണ്ടുപോയത്, അപഹരിച്ചു കൊണ്ടുപോയത്, ആ മഹാവിഷ്ണുവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇതിനു മുമ്പേ ഭഗവാന്റെ അവതാരത്തിന് വേണ്ടി എല്ലാ ദേവന്മാരും അവർ ചെന്ന് ക്ഷീരസാഗരത്തിൽ പോയി ഭഗവാനോട് അഭ്യർത്ഥിക്കുകയാണ്. അന്നേരം ആ ക്ഷീരോദകശായ വിഷ്ണുവിന്റെ സ്രോതസ്സായ, ഗർഭോദകശായ വിഷ്ണുവിന്റെ സ്രോതസ്സായ മഹാവിഷ്ണു സ്വയമാണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് എല്ലാ വിഷ്ണു സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ ശ്രീകൃഷ്ണ ഭഗവാനോട് ഭൂമിയിൽ അവതരിക്കാൻ വേണ്ടി. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര സ്പെഷ്യലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. അന്നേരം അദ്വൈതാചാര്യൻ അഭ്യർത്ഥിക്കുകയാണ്, സാലഗ്രാമശിലയിൽ ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്ത് തുളസീദളം കൊണ്ട് കൃഷ്ണ അങ്ങ് വരണം, അങ്ങ് ഭൂമിയിൽ അവതരിക്കണം, ഗൗരംഗ വരൂ, ഗൗരംഗ വരൂ, ഗൗരംഗ ഗൗരംഗ ഗൗരംഗ. കാരണം ഭഗവാൻ കലിയുഗത്തിൽ വരുമെന്നറിയാം, പക്ഷെ എപ്പം വരുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങ് വന്നേ പറ്റൂ എന്ന് മഹാവിഷ്ണു അഭ്യർത്ഥിക്കുകയാണ്. ഗൗരംഗ ഗൗരംഗ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതേ സമയത്ത് ശ്രീവാസ് ഠാക്കൂർ ആരാണ്? നാരദ മഹർഷി വന്നിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ വരുന്നതിന് മുമ്പേ ഇവരെല്ലാം ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ ദ്വാപരയുഗത്തിൽ വന്ന സമയത്ത് ഭഗവാൻ വരുന്നതിന് മുമ്പേ യദുക്കളെല്ലാവരും വന്നിരിക്കുകയാണ്. അന്നേരം ഓരോ ദുഷ്ടന്മാർ അവരോടും ദ്രോഹം കാണിക്കുകയാണ്. ഇപ്പം ദേവകി അമ്മയും വസുദേവരെയും ദ്രോഹിക്കുകയല്ലേ. അന്നേരം അവരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ഇതിനെല്ലാം എപ്പോഴാണ് ഒരു സമാധാനം കിട്ടുക എന്ന്. അന്നേരം ഭഗവാൻ വരുന്നതിൻ്റെ ആ സമയത്ത് ദുരിതങ്ങളെല്ലാം ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതായത് ഭൂഭാരം ഏറ്റവും ശക്തമാവുകയാണ്. ഭഗവാൻ വരുന്നു എന്ന് തീരുമാനിച്ചതിന് ശേഷവും ഭൂഭാരം ഇനിയും വർദ്ധിക്കുകയാണ്. ദുഷ്ടന്മാരെ കൊണ്ട് ഇനിയും നിറയുകയാണ്. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ലെവലിൽ എത്തുമ്പോഴാണ് ഭഗവാൻ അവതരിക്കുന്നത്. അതേപോലെ കലിയുഗത്തിലെ ദുഷ്ടതകളും ദ്രോഹങ്ങളും എല്ലാം വർദ്ധിച്ച് വൈഷ്ണവ സമൂഹം എല്ലാവരും, ഭക്തസമൂഹം എല്ലാവരും മടുത്തിരിക്കുകയാണ്. അന്നേരം സാക്ഷാൽ മഹാവിഷ്ണുവും സാക്ഷാൽ നാരദ മഹർഷിയാണ് ശ്രീവാസ് ഠാക്കൂർ, എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് ഭഗവാനെ അങ്ങ് അവതരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ അധർമ്മത്തെയും നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കണം. ഈ ധർമ്മത്തിൻ്റെ പേരിൽ എല്ലാ അധർമ്മമാണ് നടക്കുന്നത്. അങ്ങനെ ഭഗവാൻ ജഗന്നാഥ് മിശ്രയുടെയും ശചിമാതയുടെയും പുത്രനായിട്ട് അവതരിക്കുകയാണ്. ആരാണ് ജഗന്നാഥ് മിശ്ര? നന്ദ മഹാരാജിൻ്റെ തന്നെ അവതാരമാണ്. യശോദാമ്മ തന്നെയാണ് ശചിമാതയായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നിശ്ചയിച്ചു, ജഗന്നാഥ് മിശ്രയുടെയും ശചിമാതയുടെയും പുത്രനായിട്ട് അവതരിക്കാൻ ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഒരു ദിവസം ജഗന്നാഥ് മിശ്രയ്ക്ക് ഒരു സ്വപ്നം കണ്ടു. ഒരു പ്രത്യേകതരം പ്രകാശം, വളരെ തേജസ്സുള്ള ഒരു പ്രകാശം, വളരെ തേജസ്വിയായിട്ടുള്ളൊരു, വളരെയധികം ഒരു ആത്മീയ ചൈതന്യം, ഒന്നും കാണാൻ കഴിയുന്നില്ല, വലിയ അതിശക്തമായിട്ടുള്ളൊരു പ്രകാശം ജഗന്നാഥ് മിശ്രയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് ജഗന്നാഥ് മിശ്രയ്ക്ക് അനുഭവപ്പെട്ടു. അത് ഒരു പ്രകാശം മാത്രമല്ല, സാക്ഷാൽ ഭഗവാനാണെന്ന് ജഗന്നാഥ് മിശ്രയ്ക്ക് അനുഭവപ്പെട്ടു. അന്നേരം ആദ്യം ജഗന്നാഥ് മിശ്രയുടെ മനസ്സിൽ കയറി പ്രവേശിച്ചു. എന്നിട്ട് ആ മനസ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ജഗന്നാഥ് മിശ്രയുടെ നോട്ടത്തിലൂടെ എങ്ങനെയാണോ ഭഗവാൻ അവതരിക്കുന്നത് അതേപോലെ ഭഗവാനും ഇങ്ങനെ തന്നെയാണ് അവതരിക്കുന്നത്. ഇത് ഭഗവാനാണ്. അന്നേരം ഭഗവാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അവതരിക്കുന്നത്.
അല്ലാതെ മനുഷ്യർ ജനിക്കുന്ന പോലെ അച്ഛൻ്റെ ബീജം അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്ന പോലെയല്ല. അന്നേരം ഭഗവാൻ പുറത്തു വരുന്നതും അമ്മയുടെ യോനിയിലൂടെയല്ല, ഭഗവാൻ ഡയറക്റ്റ്ലി പ്രകടമാവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. എൻ്റെ ജനനത്തിൻ്റെയും എൻ്റെ പ്രവൃത്തിയുടെയും അതീന്ദ്രിയത്വം ആര് മനസ്സിലാക്കുന്നോ അവരൊരിക്കലും ഈ ഭൂമിയിൽ വീണ്ടും ജനിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ ജഗന്നാഥ് മിശ്ര നന്ദമഹാരാജാണ്. അന്നേരം നന്ദമഹാരാജിൻ്റെ ജഗന്നാഥ് മിശ്രയുടെ ഹൃദയത്തിലേക്ക് ഭഗവാൻ പ്രവേശിച്ചിട്ട് ആദ്യം മനസ്സിൽ കയറി, മനസ്സിൽ നിന്നും ഹൃദയത്തിലേക്ക് ഭഗവാൻ മാറി. എന്നിട്ട് ജഗന്നാഥ് മിശ്രയുടെ നോട്ടത്തിലൂടെ ഭഗവാൻ ശചി മാതയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക. അങ്ങനെയാണ്. എന്നിട്ട് ആ ഹൃദയത്തിൽ നിന്നും നേരെ ശചി മാതയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ശചിമാതയ്ക്ക് മനസ്സിലായി ശചിമാത ഗർഭവതിയാണെന്ന്. അപ്പോൾ ശചിമാത വളരെ സുന്ദരിയാണ്. പക്ഷെ ഭഗവാൻ പ്രവേശിച്ചോടുകൂടി ശചിമാതയുടെ സൗന്ദര്യം ഇനിയും വർദ്ധിച്ചു. ശചിമാതയെ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയാണോ എന്ന് വരെ എല്ലാവർക്കും തോന്നിപ്പോയി. അങ്ങനെ ജഗന്നാഥ് മിശ്ര ബ്രാഹ്മണനാണ്. അത്തരം ഒന്നും ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിന് ഓരോ ആൾക്കാർ വന്ന് ഓരോരോ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അത്രയ്ക്ക് ഭാഗ്യം ജഗന്നാഥ് മിശ്രയുടെ ജീവിതത്തിൽ ഉദിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ബ്രാഹ്മണരായിട്ട് ജീവിക്കുമ്പോൾ വേദകർമ്മങ്ങൾ പഠിപ്പിച്ചും ശാസ്ത്രങ്ങൾ പൂജാതി കർമ്മങ്ങൾ ചെയ്തും അതിലൂടെ എന്താണോ ദക്ഷിണായിട്ട് ലഭിക്കുന്നത് അതിലൂടെയാണ് അവരുടെ കുടുംബം നടന്നു പോകുന്നത്. അങ്ങനെയായിരിക്കണം പൊതുവെ ബ്രാഹ്മണർ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാവരും ദാനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. പൊതുവെ വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതത്തിലായിരുന്നു ശചിമാതയും ജഗന്നാഥ് മിശ്രയും ജീവിച്ചിരുന്നത്. പക്ഷെ ഭഗവാൻ പ്രവേശിച്ചോടുകൂടി അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സാക്ഷാൽ അഖിലകൂടി ബ്രഹ്മാണ്ഡ നായകനല്ലേ, ലക്ഷ്മിപതി അല്ലേ മകനായിട്ട് വന്നിരിക്കുന്നു. അതോടുകൂടി വീട്ടിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിറഞ്ഞു എന്നുള്ളതാണ്. ശചിമാതയോട് ജഗന്നാഥ് മിശ്ര പറഞ്ഞു, ശചി, ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഓരോ ദാനധർമ്മങ്ങൾ ചെയ്യുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ചോദിക്കാറ് പോലും ഇല്ല. ഉടനെ ശചിമാത പറഞ്ഞു, എനിക്ക് തോന്നുന്നു വളരെ വിശേഷപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഗർഭത്തിൽ കുഞ്ഞായിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാ ശുഭകാര്യങ്ങളും ചുറ്റും കാണുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം എനിക്ക് തോന്നി ചുറ്റും പല പല ദേവന്മാരും ദേവലോകവാസികൾ എൻ്റെ ചുറ്റും വന്ന് എപ്പോഴും എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കുട്ടിയെ സ്തുതിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും അവരെ നേരെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എങ്ങനെയോ അദൃശ്യ രൂപത്തിൽ അവരെല്ലാം എൻ്റെ ചുറ്റും നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അന്നേരം ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, പല പല ദേവന്മാർ വന്ന് ചൈതന്യ മഹാപ്രഭുവിനെ സ്തുതിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ജയ ജയ ശ്രീ ചൈതന്യ, ജയ നിത്യാനന്ദ, ജയ അദ്വൈത ചന്ദ്ര, ജയ ഗൗരഭക്തവൃന്ദ. ഇങ്ങനെയൊക്കെ ഓരോ ദേവന്മാരും വന്ന് സ്തുതിക്കുകയാണ്. അവർ പറയുകയാണ്, ഗൗരാംഗ, എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ, അങ്ങ് കലിയുഗത്തിൽ ഗൗരാംഗനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങ് ഓരോ യുഗങ്ങളിലും പല പല അവതാരങ്ങൾ എടുക്കുവാണ്. അങ്ങ് എല്ലാവർക്കും മോക്ഷം നൽകാൻ വന്നിരിക്കുകയാണ്. അങ്ങ് എപ്പോഴൊക്കെ വരുന്നുവോ പല രീതിയിലും അങ്ങ് മോക്ഷം നൽകാറുണ്ട്. പക്ഷേ പ്രേമഭക്തി അങ്ങ് ഇതുവരെയും ആർക്കും കൊടുക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം അങ്ങ് വന്നിരിക്കുന്നത് ആ പരമോന്നതമായിട്ടുള്ള, ഇത് ഒരു യുഗങ്ങളിലും ഒരു അവതാരങ്ങളിലും അങ്ങ് ഇതുവരെയും കൊടുക്കാത്ത ആ പരമോന്നതമായിട്ടുള്ള പ്രേമഭക്തി കൊടുക്കാനാണ് അങ്ങ് വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാവരും അങ്ങയുടെ ഭക്തരാണ്, ദേവലോകവാസികളാണ്, അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുകയാണ് എന്ന് പറഞ്ഞു. നമുക്ക് ഭൗതികമായിട്ടൊന്നും വേണ്ട. നമുക്ക് ഭൗതികമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ ദേവലോകത്തെ എല്ലാ ഇന്ദ്രിയ ആസ്വാദനത്തിൻ്റെ പുറകിലുമാണ്. നമുക്ക് രണ്ട് പ്രശ്നങ്ങളേ ഉണ്ട്. ഒന്ന്
പല പ്രാവശ്യം അസുരന്മാർ ദേവലോകത്തെ ആക്രമിക്കാറുണ്ട്. ഹിരണ്യകശിപു, രാവണൻ, മഹാബലി, അങ്ങനെയുള്ള പല രാക്ഷസന്മാരും നമ്മളെ ആക്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ജയിക്കാറുണ്ട്, ചിലപ്പോൾ അവർ നമ്മളെ തോൽപ്പിക്കാറുണ്ട്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ സുഖ സൗകര്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഒരുപാട് സുന്ദരികളായിട്ടുള്ള അപ്സരസുകൾ, ഒരുപാട് സുന്ദരന്മാരായിട്ടുള്ള ദേവന്മാർ, അതിസുന്ദരമായിട്ടുള്ള നദീ തടാകങ്ങളുമൊക്കെ, ഒരുപാട് സുഗന്ധ പുഷ്പങ്ങളും ഒരുപാട് സിദ്ധികളും. അതായത് നമ്മുടെ അതെല്ലാം നമ്മൾ മതിമഗ്നരായി പോവുകയാണ്, മതിമറന്നു പോവുകയാണ്. അതുകൊണ്ട് അങ്ങേ നമ്മൾ പല പ്രാവശ്യം മറന്നു പോകുന്നു ഈ ആധിക്യത്താൽ. അതുകൊണ്ട് നമുക്ക് അങ്ങയോടുള്ള പ്രേമം ഉള്ളിൽ വരുന്നില്ല. അന്നേരം ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, നമ്മൾ ഭക്തരെല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പരിശുദ്ധ ഭക്തിയല്ല പരിശീലിക്കുന്നത് എങ്കിൽ നമ്മളും സ്വർഗലോകവാസികളായിട്ട് മാറുമെന്നു. അന്നേരം ഈ ഭഗവാനെ, ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് വന്ന ദേവന്മാരൊന്നും സാധാരണ ദേവന്മാരല്ല, അവർ ഭക്തരും കൂടെയായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, നമ്മളെ അനുഗ്രഹിക്കണം ഭഗവാനെ, നമുക്ക് മതിയായി ഈ ദേവലോകവാസമൊക്കെ, നമുക്ക് കൃഷ്ണപ്രേമമാണ് വേണ്ടത്, അങ്ങയോടുള്ള ഭക്തി, പ്രേമഭക്തിയാണ് വേണ്ടത്. അങ്ങ് ഈ ഭൂമിയിൽ അവതരിക്കാൻ പോവുകയാണ്. മനുഷ്യർക്ക് മാത്രമാണ് അങ്ങയുടെ എല്ലാവിധ കാരുണ്യവും ലഭിക്കുന്നത്. പക്ഷേ നമുക്കും കാരുണ്യം ചൊരിയണമേ, നമ്മളെ ആ കാരുണ്യത്തിൽ നിന്നും മാറ്റരുതേ, നമുക്കും ഭക്തി, കൃഷ്ണപ്രേമ ഭക്തി വേണം എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാൻ ഈ ദേവന്മാരുടെ ഒരു ചെറിയ അദൃശ്യ രൂപം, അതായത് നിഴൽ പോലെ ശചിമാതയ്ക്ക് കാണിച്ചു കൊടുക്കും. അതെല്ലാം കണ്ടിട്ട് ശചിമാത ഭയപ്പെട്ടിട്ട്, ആരാണ് എൻ്റെ മുറിയിലുള്ളത്? നരസിംഹ, എന്നെ രക്ഷിക്കണേ, ഏതോ ഭൂതപ്രേതമാണോ ഇവിടെ വന്നിരിക്കണേന്ന് ശചിമാത പേടിക്കും. ജഗന്നാഥ് മിശ്രയും ശചിമാതയും ഇങ്ങനെ ഓരോ ദിവസങ്ങളും നോക്കുകയായിരുന്നു, എപ്പോഴായിരിക്കും നമ്മുടെ കുട്ടി അവതരിക്കുന്നതെന്ന്. ഓരോ ദിവസങ്ങൾ അടുക്കും തോറും ഓരോരോ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 9 മാസമായപ്പം ശചിമാത ഇപ്പോഴും ഗർഭവതിയാണ്. എന്നിട്ട് ഇവിടെ ഗുരു മഹാരാജ് പറയുന്നു, ഇന്നത്തെ കാലത്ത് 9 മാസമായിട്ടും കുട്ടി പുറത്തു വരുന്ന ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ ഉടനെ സിസേറിയനാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഹരേ കൃഷ്ണ ഇവിടെ പറയുന്നു, ഭഗവാൻ 13 മാസം ശചിമാതയുടെ ഗർഭത്തിലായിരുന്നു. 13 മാസത്തോളം. ഒമ്പത് മാസം 10 മാസം ഒന്നുമല്ല, 13 മാസമാണ് ഭഗവാൻ അമ്മയുടെ ഗർഭത്തിലിരുന്നത്. അങ്ങനെ ശചിമാതയുടെ അച്ഛനായ നീലാംബർ ചക്രവർത്തി, ശചിമാതയുടെ അച്ഛനാണ്, വലിയ ജ്യോതിഷ പണ്ഡിതനുമാണ്. 13 മാസമായിട്ടും കുട്ടി പുറത്തു വന്നില്ലെന്നറിഞ്ഞപ്പോൾ ശചിമാതയ്ക്ക് വലിയ വിഷമമായി. എന്നിട്ട് അച്ഛനായ നീലാംബർ ചക്രവർത്തി, വലിയ ജ്യോതിഷ പണ്ഡിതനും കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, എന്താണ് കുട്ടി ഇതുവരെ പുറത്തു വരാത്ത? 13 മാസമായി. അന്നേരം നീലാംബർ ചക്രവർത്തി പറഞ്ഞു, വിഷമിക്കണ്ട, ഉചിതമായിട്ടുള്ള ദിവസത്തിന് വേണ്ടി നിന്റെ മകൻ കാത്തു നിൽക്കുകയാണ്. കറക്റ്റാ പൗർണമി വരാനായിട്ട്, ഗൗര പൗർണമിയുടെ ആ തിഥിക്ക് വേണ്ടി ഭഗവാൻ കാത്തിരിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇതുമല്ലേ അന്നേരം അവസാനം ആ പൗർണമി നാളെത്തി. അന്ന് ചന്ദ്രഗ്രഹണം കൂടെയായിരുന്നു. അന്നേരം വൈദിക സംസ്കാരം അനുസരിച്ച്
ഗ്രഹണമെന്ന് പറഞ്ഞാൽ അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല, അശുഭമാണ്. അതുകൊണ്ട് ആ ഗ്രഹണ സമയത്ത് എല്ലാ ജനങ്ങളും തീർത്ഥ നദികളിലും സ്ഥലങ്ങളിലും ഒക്കെ പോയി ഭഗവാന്റെ നാമം ജപിക്കും, എല്ലാവിധ അശുദ്ധിയിൽ നിന്നും ശുദ്ധമാകാൻ വേണ്ടി. അങ്ങനെ നവദ്വീപിലുള്ള എല്ലാ ജനങ്ങളും ഒരേ സമയത്ത് ഗംഗാതീരത്ത് പോയി ഗംഗയിൽ മുങ്ങിക്കൊണ്ട് ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഹരി ബോൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചത്? പല പല അന്യമതക്കാർ, മുസ്ലിങ്ങളൊക്കെ ഇത് കണ്ടു. കാരണം അവരായിരുന്നു ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഹിന്ദുക്കൾക്ക് എന്തോ ഭ്രാന്താണ്. അവരെന്താ ഈ ഹരിബോൽ ഹരിബോൽ ഹരേ കൃഷ്ണ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? എന്താണ് ഈ കൃഷ്ണ 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 എന്ന്? കളിയാക്കി പോലും അവർ പോലും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവർ ഹിന്ദുക്കളെ എല്ലാം കളിയാക്കിക്കൊണ്ട് എല്ലായിടത്തും ഒന്ന് ആലോചിച്ചു എന്തായിരിക്കും ആ നിമിഷം അല്ലേ? അതായത് ഗ്രഹണ സമയം കൊണ്ട് ഏറ്റവും അശുഭം. അന്നേരം 13 മാസം ഭഗവാൻ കാത്തു നിന്നത് എന്തിനാണ്? മേലാകെ കോരിത്തരിക്കും. ഭഗവാൻ പറഞ്ഞു, ഞാൻ വരുന്നതേ എല്ലാവരും ഉദ്ധരിക്കാൻ വേണ്ടിയാണ്. അതായത് ഭഗവാൻ കൈക്കുഞ്ഞായിട്ടിരുന്നപ്പോഴേ പൂതനെ കൊന്നില്ലേ, അതേപോലെ ഞാൻ വന്നതേ കലിയുഗത്തിലുള്ള എല്ലാവരും ഉദ്ധരിക്കാനാണ്. അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് നാമം ജപിപ്പിച്ച് ഞാൻ അവതരിക്കുന്നു. വരുന്നതിന് മുമ്പേ പുറത്ത് വരുന്നതിന് മുമ്പേ ജപം പ്രചരണം ആരംഭിച്ചു എന്നുള്ളതായിരുന്നു. ചൈതന്യ മഹാപ്രഭു കി ജയ്. അതായത് ഭഗവാൻ പുറത്ത് വരുന്നതിന് മുമ്പേ തന്നെ ഭഗവാൻ 13 മാസം കാത്തുനിന്ന് എന്തിനാണ്? അതായത് ശചിമാതയുടെ അച്ഛനായ നീലാംബർ ചക്രവർത്തിയോട് പറഞ്ഞപ്പോൾ, എന്താ എൻ്റെ കുട്ടി പുറത്ത് വരാത്തതെന്ന് പറഞ്ഞപ്പോൾ, നിന്റെ മോൻ ശരിയായിട്ടുള്ള ഒരു തിരിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇത് കറക്റ്റ് ഭഗവാൻ. അതായത് നമ്മളൊന്ന് ആലോചിച്ച് പോകണം, ഭഗവാനാണ് എന്നതിൻ്റെ ആ തെളിവ് നോക്കണേ. നമുക്ക് നമ്മുടെ ജനനം നിശ്ചയിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഭീഷ്മ പിതാമഹൻ മരണത്തെ നിശ്ചയിച്ചു, ജനനത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല. ജനനം കർമ്മബന്ധനങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഭഗവാന് കർമ്മമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നോക്കണേ. ഭഗവാൻ നിശ്ചയിക്കുകയാണ് എപ്പോഴാണ് പുറത്തു വരേണ്ടതെന്ന്. തീർച്ചയായിട്ടും വിശിഷ്ട വ്യക്തികൾ ശിവദേവ ഗോസ്വാമി ഉണ്ട്, 16 വർഷം ഗർഭത്തിൽ തന്നെ ഇരുന്ന്. ഇവിടെ ഭഗവാൻ നിശ്ചയിക്കുകയാണ് ഗ്രഹണ സമയത്തെ ഞാൻ പുറത്തു വരുമെന്ന്. കാരണം എന്താ? ആ സമയത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് ഗംഗാനദിയിൽ മുങ്ങിക്കൊണ്ട് എൻ്റെ നാമങ്ങൾ ജപിക്കും. എന്നിട്ട് ഇത്രയും വലിയ ബഹളമൊക്കെ കാണുമ്പോഴത്തേക്ക് മറ്റു മതക്കാർ പോലും കളിയാക്കി, ഈ ഹിന്ദുക്കൾ എന്തോ കൃഷ്ണ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ എന്തോ ഈ കൃഷ്ണ കൃഷ്ണ. അങ്ങനെ നവദ്വീപ് മൊത്തത്തിൽ, എന്തിനേറെ പറയുന്നു, ഭാരതത്തിൽ മൊത്തത്തിൽ നാമജപത്തിൻ്റെ വലിയ ഒരു മേളം നടക്കുകയാണ്. എല്ലാവരും കൃഷ്ണ ഗോവിന്ദ നാരായണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതായത് ആർക്കും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് നാമജപം കൊണ്ട് നിറയുകയായിരുന്നു 14 ലോകങ്ങളിൽ നിന്നും വേണമെങ്കിൽ പറയാം. കാരണം ദേവന്മാരും ജപിക്കുമായിരിക്കും ആ സമയത്ത്. ഇവിടെ ആ സമയത്ത് ശ്രീവാസ് ഠാക്കൂർ ചിന്തിക്കുകയാണ്. എല്ലാവരും പറയുന്നു ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അശുഭ നിമിഷമാണ്, പക്ഷെ എല്ലാവരും നാമം ജപിക്കുന്നു, ഇതല്ലേ ഏറ്റവും ശുഭ നിമിഷം. അതുകൊണ്ട് എല്ലാവരും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ സച്ചിനന്ദന ഗൗരഹരി, ജയ സച്ചിനന്ദന ഗൗരഹരി, ഗൗരാ ഗൗരാ ഗൗരഹരി, ഗൗരാ ഗൗരാ ഗൗരഹരി, ജയ സച്ചിനന്ദന 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 ഗൗരഹരി.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. നവദ്വീപ് മൊത്തം നാമജപം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അന്നേരം ഗംഗാതീരത്ത് നിന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ ഭഗവാന്റെ നാമങ്ങളൊക്കെ കേട്ടപ്പോൾ ഭക്തർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അന്നേരം സാധാരണ രീതിയിൽ ഭഗവാന്റെ നാമം ആരും ഇങ്ങനെ ഉച്ചത്തിൽ ജപിക്കാറില്ലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് അവർ കാരണം ഇങ്ങനെയുള്ള ഗ്രഹണ സമയത്ത് മാത്രമേ ജപിക്കാൻ പറ്റൂ എന്ന്. അന്നേരം അങ്ങനെ എല്ലാവരും ഭക്തരല്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വൈഷ്ണവ സമൂഹത്തിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷിച്ചു. എന്നിട്ട് അവർ ചിന്തിച്ചു, ഇന്നത്തെ ദിവസം അശുഭമല്ല, ഇന്നത്തെ ദിവസം ഏറ്റവും ശുഭകരമാണ്, എല്ലാവരും നാമം ജപിക്കുകയാണെന്ന് പറഞ്ഞു, എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു, അതും ഗംഗാതീരത്തിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഉറക്കത്തിൽ ജപിക്കുകയായിരുന്നു, എല്ലാവരും നൃത്തം ചെയ്യായിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും കാരുണ്യം നൽകാനായി നായകൻ അവതരിച്ചു, ശചിമാതയുടെ പുത്രനായിട്ട്. അന്നേരം ഭഗവാൻ അവതരിക്കുന്ന ആ സമയത്ത് ഗ്രഹണം കഴിഞ്ഞു, ചന്ദ്രൻ പൂർണ്ണമായിട്ടും ആ പൗർണമി, അതായത് നിങ്ങൾ ഈ എല്ലാ വർഷവും, അതായത് നമ്മളിനി ഗൗർപൂർണിമ വരികയല്ലേ 14-ാം തീയതി, 14 ഒരു മിനിറ്റ് ഡേറ്റ് ചെക്ക് ചെയ്തിട്ട്, അതെ മാർച്ച് 14. നിങ്ങൾ ആ ദിവസത്തെ ചന്ദ്രനെ ഒന്ന് നോക്കണം, അതീവ സുന്ദരനായിരിക്കും. എന്താ ഒരു ഭംഗി എന്നറിയോ, ഒരു കറക്റ്റായിട്ട് ഒരു ഗോൾഡൻ നിറവായിരിക്കും ശിവചന്ദ്രന് ആ ദിവസം. അന്നേരം ആ സന്ധ്യാസമയത്ത് ചന്ദ്രൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അന്നേരം ആ ആകാശത്ത് ചന്ദ്രൻ ഉദിക്കുന്നു, അതേ സമയത്ത് ഇവിടെ ഗൗരചന്ദ്രൻ ഉദിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് എല്ലായിടത്തും ഭഗവാന്റെ തിരുനാമ ജപം കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ നവദ്വീപ് മൊത്തം എല്ലാവരും അറിഞ്ഞു, ശചിമാതയ്ക്ക് അതീവ സുന്ദരനായിട്ട് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു. അതീവ സുന്ദരൻ, കാരണം നിറമേ സ്വർണ്ണ നിറമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അയൽവാസികളായിട്ടുള്ള സ്ത്രീജനങ്ങളും നവദ്വീപിലുള്ള എല്ലാവരും ഓടിയെത്തി എന്നുള്ളതാണ് കുട്ടിയെ കാണാൻ വേണ്ടി. എന്നിട്ട് ബ്രാഹ്മണ സ്ത്രീജനങ്ങൾ എല്ലാവരും കുശപ്പുല്ല് ഭഗവാന്റെ ശിരസിൽ വെച്ചു. എന്നിട്ട് പല പല ശുഭ മഞ്ഞളും അതും ഇതുമൊക്കെ അങ്ങനെ വലിയൊരു ആഘോഷത്തോടു കൂടി എല്ലാവരും കൊണ്ടാടി. ഭഗവാനെ ഒരു നോക്ക് കാണാനായിട്ട് ദേവലോകവാസികൾ പോലും വേഷം മാറി വന്നു. അവരെല്ലാം ബ്രാഹ്മണരായിട്ട് വന്നു, ബ്രാഹ്മണ കുടുംബമായിട്ട് വന്നു. എന്നിട്ട് അവരെ കണ്ടിട്ട് ശചിമാത ചിന്തിച്ചു, ഇത്രയും ഐശ്വര്യമുള്ള ഇവരൊക്കെ എവിടുന്ന് വരുന്നു. ജഗന്നാഥ് മിശ്ര പൊതുവെ ഒരു പാവപ്പെട്ട ബ്രാഹ്മണനായിരുന്നു. അതുകൊണ്ട് നേരത്തെ നന്ദമഹാരാജിനെ പോലെ അല്ലല്ലോ, ഭഗവാൻ അവതരിച്ചപ്പോൾ ലക്ഷക്കണക്കിന് പശുക്കളെയൊക്കെ ദാനം ചെയ്തല്ലോ. വസുദേവരും അതേപോലെ ദാനം ചെയ്തു. വസുദേവർ കാരാഗ്രഹത്തിലായിരുന്നു, മനസ്സിൽ ദാനം കൊടുത്തു. നന്ദമഹാരാജാണെങ്കിൽ 1 ലക്ഷക്കണക്കിന് പശുക്കളെയൊക്കെ ദാനം കൊടുത്തു ബ്രാഹ്മണർക്ക്. അന്നേരം ജഗന്നാഥ് മിശ്രയ്ക്ക് അത്രയ്ക്ക് പാവം പറ്റിയില്ല, അദ്ദേഹം പാവം ബ്രാഹ്മണനാണ്. അതുകൊണ്ട് മനസ്സാൽ അദ്ദേഹം ഞാൻ കുറേ പശുക്കളെ ദാനം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചു. ജഗന്നാഥ് മിശ്രയ്ക്ക് ഒരുപാട് സന്തോഷമായി, ഇത്രയും സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി. പക്ഷെ അതേ സമയത്ത് തന്നെ ബാക്കി എല്ലാ ആചാര്യന്മാർക്കും, അദ്വൈത ആചാര്യർക്കും എല്ലാവർക്കും ശാന്തിപൂർ എന്ന് പറയുന്ന സ്ഥലം നവദ്വീപിലെ തന്നെ ഒരു പ്രദേശമാണ്, ഇവിടെ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഇതേ സമയത്ത് ഹരിദാസ് ഠാക്കൂർ ബ്രഹ്മദേവന്റെ അവതാരം ഞാൻ പറഞ്ഞില്ലേ, ഹരിദാസ് ഠാക്കൂറിന് വലിയൊരു സന്തോഷം തോന്നുകയായിരുന്നു. അങ്ങനെ ഭൂമിയിൽ ആ സമയത്തുണ്ടായിരുന്ന എല്ലാ വൈഷ്ണവർക്കും
ഒരു പ്രത്യേക ആനന്ദം അനുഭവപ്പെടുകയെന്ന് പറഞ്ഞു. കാരണം ഭഗവാന്റെ ഭക്തരല്ലേ. പിറ്റേ ദിവസം അദ്വൈതാചാര്യയുടെ ഭാര്യ, അത് സാക്ഷാൽ ഭഗവതി തന്നെയാണ്, ലക്ഷ്മി ദേവിയാണ്. ദേവി ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് പോയി. അന്നേരം വളരെ എല്ലാവരും ബഹുമാനിക്കുന്ന സമൂഹത്തിലെ ഒരു നാരീരത്നമായിരുന്നു സീതാദേവി. സീത എന്നായിരുന്നു പേര്. അദ്വൈതാചാര്യയുടെ ഭാര്യയുടെ പേര് സീതാദേവി എന്നാണ്. അന്നേരം പൊതുവെ വൈഷ്ണവ സമൂഹത്തിൽ അദ്വൈതാചാര്യർ ബഹുമാന്യനായിരുന്നു, ബ്രാഹ്മണ കൂട്ടായ്മയിലും. അതുകൊണ്ട് സീതാദേവി ഒരുപാട് ഉപഹാരങ്ങൾ കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നു. ഒരുപാട് സുഗന്ധ തൈലങ്ങളും ഒരുപാട് ധാന്യങ്ങളും പിന്നെ പുലിനഖവും സുരക്ഷയ്ക്കായിട്ട് ഉപഹാരമായിട്ട് നൽകി. അന്നേരം ഭഗവാന്റെ ആ ബാലരൂപത്തെ കണ്ടിട്ട് സീതാദേവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത്. ഇങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ചർച്ച തുടരാം അല്ലേ? എന്ത് പറയുന്നു? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും റെഡിയാണെങ്കിൽ കമൻസിൽ ഗൗര എന്ന് ടൈപ്പ് ചെയ്യും. ഒരിക്കൽ ഭഗവാൻ കുഞ്ഞായിരുന്നപ്പോൾ ഭഗവാൻ തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചിൽ നിർത്തുന്നേയില്ല. ജഗന്നാഥ് മിശ്രയും ശശിമാതയും വൈദ്യനെ കൊണ്ടുവന്നു, പല പല വ്യക്തികളെയും കൊണ്ടുവന്നു ഭഗവാന്റെ കരച്ചിൽ നിർത്താനായിട്ട്. പക്ഷേ ആർക്കും മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് സ്ത്രീജനങ്ങൾ വന്നിട്ട് ഹരിബോ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ എന്ന് രാമ നാരായണ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഭഗവാൻ കരച്ചിൽ നിർത്തി. എന്നിട്ട് കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഉടനെ സ്ത്രീജനങ്ങൾ എല്ലാവരും തമ്മിൽ, ഇവരെല്ലാം പൂർവ്വ യുഗങ്ങളിൽ ഗോപികമാരായിരുന്നു. അതായത് നന്ദ മഹാരാജിന്റെ പത്നിയായ ഭഗവാന്റെ അമ്മയായ യശോദാമ്മയുടെ തോഴിമാരായിരുന്നു ഇവർ പൂർവ്വ യുഗങ്ങളിലൊക്കെ. അവർ തന്നെയാണ് ഇവിടെയും അവതരിച്ചിരിക്കുന്നത്. അന്നേരം അവർ തമ്മിൽ പറഞ്ഞു, ഓ ഇതാണ് രഹസ്യം അല്ലേ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴായിരിക്കും ഇവർ കരച്ചിൽ നിർത്തുന്നത്. അന്നേരം ഇവര് ഭഗവാൻ ചിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഉടനെ അവർ എഴുന്നേറ്റു. എന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ വീണ്ടും കരയാൻ തുടങ്ങി. അതുകൊണ്ട് വീണ്ടും അവർക്ക് നാമം ജപിക്കേണ്ടി വന്നുമില്ല. അന്നേരം ഭഗവാൻ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും കരയും. കരച്ചിൽ നിർത്തണമെങ്കിൽ ആരെങ്കിലും അടുത്ത് വന്ന് നാമം ജപിക്കുന്നില്ല. അങ്ങനെ 24 മണിക്കൂറും ഭഗവാൻ ഉറങ്ങണമെങ്കിൽ ആരെങ്കിലും ജപിച്ചുകൊണ്ടിരിക്കണം. അന്നേരം ജപം നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഭഗവാൻ ഉണരും എന്നുള്ളതാണ്. അതുകൊണ്ട് 24 മണിക്കൂറും ആരെങ്കിലും ഭഗവാന്റെ അടുത്തിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ കുഞ്ഞായിരുന്നപ്പോഴേ ഭഗവാന്റെ പ്രചരണം ആരംഭിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കുട്ടി നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തുമായിരിക്കും അല്ലേ? 3 കോടി ഹരേകൃഷ്ണ മഹാമന്ത്രമൊക്കെ എന്നേ തികഞ്ഞു. ഒന്ന് ആലോചിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നാമജപം നിർത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ കുട്ടി കരയും. അതുകൊണ്ട് ആ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ നിങ്ങൾ എന്ത് ചെയ്താലും കുട്ടി കരച്ചിൽ നിർത്തത്തില്ല. നമ്മൾ പാല് കൊടുത്തിട്ടും കാര്യമില്ല, കളിപ്പാട്ടം കൊടുത്തിട്ടും കാര്യമില്ല, തുടർച്ചയായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. കൃഷ്ണ എന്ന് പറയുമ്പോൾ മാത്രം കുട്ടിച്ചിരിക്കും. അന്നേരം കുട്ടിക്കാലത്ത് തന്നെ ഭഗവാൻ പ്രചരണം ആരംഭിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ഭഗവാൻ വന്ന സമയത്ത് ശ്രീകൃഷ്ണ ലീലകളിൽ ഭഗവാൻ കുട്ടിക്കാലത്ത് തന്നെ അസുരന്മാരെ കൊല്ലാൻ തുടങ്ങിയതുപോലെ, ബഹുഭാരം തീർക്കാൻ ആരംഭിച്ചതുപോലെ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം നാമജപം പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നേരത്തെ തന്നെ പണി തുടങ്ങി അല്ലേ? ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ തന്നെ ഗ്രഹണ സമയത്ത് എല്ലാവരെയും കൊണ്ട് ജപിപ്പിച്ചിട്ടാണ് ഭഗവാൻ വന്നത്. അതുകൂടാതെ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്തും ചൈതന്യ മഹാപ്രഭു എന്താ ചെയ്തത്? എല്ലാവരും എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കരച്ചിൽ നിർത്തണമെങ്കിൽ നാമം ജപിക്കണം. ഹരേ കൃഷ്ണ. ഭഗവാന്റെ പേര് നിമായി എന്നായിരുന്നു. കാരണം ഭഗവാൻ ഒരു വേപ്പ് മരത്തിന്റെ നീമെന്ന് നമ്മൾ പറയുമല്ലോ,
അന്നേരം വേപ്പ് മരത്തിൻ്റെ അടുത്താണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ പേര് നിമായി എന്നായി. അന്നേരം ഭഗവാന് പേരിടിയിൽ ചടങ്ങ്, അതുകൂടാതെ ഭക്ഷണം കൊടുക്കേണ്ട സമയമായി, അന്നപ്രാശനത്തിൻ്റെ സമയമായി. അന്നേരം പാൽപായസം ഭഗവാൻ നിവേദിച്ചിട്ട് കൊടുക്കുകയാണ്. അന്നേരം സാധാരണ രീതിയിൽ 1-2 മാസം കഴിയുമ്പോഴേ പേര് കൊടുക്കേണ്ടതാണ്. അന്നേരം ഇതിപ്പോൾ ഏകദേശം ഭഗവാൻ വന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഇവര് ശചിമാതയും ജഗന്നാഥ് മിശ്രയും വിചാരിച്ചു നാമകരണവും അന്നപ്രാശനവും ഒക്കെ ഒന്നിച്ച് നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും അപ്പൂപ്പനെ തന്നെ വിളിച്ചു. ശചിമാതയുടെ അച്ഛനായ നീലാംബർ ചക്രവർത്തി വിളിച്ചു. എന്നിട്ട് അവർ തമ്മിൽ ചർച്ച ചെയ്തു, ഏത് അക്ഷരം വെച്ചായിരിക്കണം കുട്ടിയുടെ പേര് തുടങ്ങേണ്ടത്, ഏത് അക്ഷരം വെച്ചിട്ടുള്ള പേരായിരിക്കും കുട്ടിക്ക് ശുഭകരമായിരിക്കുന്നത്. അങ്ങനെ നീലാംബർ ചക്രവർത്തി പറഞ്ഞു, വിശ്വംഭരൻ എന്ന പേര് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ കുട്ടി ഈ ഭൂമിയുടെ മുഴുവൻ ഭാരത്തെ ചുമക്കാൻ കഴിയും. അതുകൊണ്ട് ഇവന്റെ പേര് വിശ്വംഭരൻ എന്നാക്കിയാൽ മതി. അന്നേരം കുട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വംഭർ എന്നുള്ള പേര്. കിള്ളം പേരല്ല വിശ്വംഭർ. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമായി. പക്ഷേ കുറച്ച് അമ്മമാരൊക്കെ പറഞ്ഞു, വിശ്വംഭർ ഒക്കെ നല്ല പേരാണ്, എന്നാലും നമ്മൾ ഇവരെ നിമായിനെ വിളിക്കുമെന്ന് പറഞ്ഞു. കാരണം വേപ്പ് മരത്തിന്റെ നീം മരത്തിന്റെ അടുത്താണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. നമുക്ക് നിമായെന്ന് വിളിക്കാനാണ് ഇഷ്ടം. അന്നേരം വീട്ടിലെല്ലാവരും നിമായെന്ന് വിളിക്കും, പുറത്തെല്ലാവരും വിശ്വംഭർ എന്ന് വിളിക്കും. പക്ഷെ കൂടുതലും അറിയപ്പെട്ടിരുന്നത് നിമായി എന്നാണ്. അന്നേരം ഇവിടെ പറയുന്നു, ആണുങ്ങൾക്കെല്ലാം വിശ്വംഭർ എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടു, അന്നേരം അമ്മമാർക്കൊക്കെ നിമായി എന്ന് പറയാനാണ് ഇഷ്ടപ്പെട്ടത്. അന്നേരം ഇവിടെ എന്താ പറയുന്നത്, എന്താണ് ഇതിന് പരിഹാരം? ആണുങ്ങൾക്കെല്ലാം വിശ്വംഭർ എന്നാണ് ഇഷ്ടപ്പെട്ടത്, അമ്മമാർക്കെല്ലാം നിമായി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ടു. അന്നേരം ഉടനെ നീലാംബർ ചക്രവർത്തി പറഞ്ഞു, ശരി, നിങ്ങൾ വീട്ടിൽ നിമായി എന്ന് വിളിച്ചോ, പുറത്ത് വിശ്വംഭർ എന്ന് വിളിച്ചോളാം പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ കുറച്ച് പേര് നിമായി എന്ന് വിളിക്കും, കുറച്ച് പേര് വിശ്വംഭർ എന്ന് വിളിക്കും. പിന്നെ പൊതുവെ വൈദിക സംസ്കാരം അനുസരിച്ച് ചോറുണ്ട് നടക്കുമ്പോഴേ ഒരു സൈഡിൽ ഗ്രന്ഥങ്ങൾ വയ്ക്കും, ഒരു സൈഡ് സമ്പത്തും വയ്ക്കും. എന്നിട്ട് കുട്ടിയെ നടുക്ക് ഇങ്ങനെ വയ്ക്കും. കുട്ടിക്ക് ഏതിനോടാണ് താല്പര്യം കൂടുതൽ. അന്നേരം ഒരു സൈഡിൽ നീലാംബർ ചക്രവർത്തി എന്ത് ചെയ്തു, പല പല ഗ്രന്ഥങ്ങളും നാരായം അതൊക്കെ എടുത്തു വെച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഈ ജന്മം എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ പറ്റും. എന്നിട്ട് മറുവശത്താണെങ്കിൽ ധാരാളം സ്വർണ്ണ നാണയങ്ങളും അതും ഇതുമൊക്കെ കൂട്ടി ഇങ്ങനെ വെച്ചു എന്നത്. ഏതിനോടായിരിക്കും കുട്ടി കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്ന്. അന്നേരം പൊതുവെ സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ എപ്പോഴും സ്വർണ്ണ നാണയത്തിൻ്റെ അടുത്തോട്ടായിരിക്കും പോകുന്നത്. കാരണം ആ സ്വർണ്ണ നാണയത്തിൻ്റെ ആകർഷണം അതൊക്കെ. ഗ്രന്ഥത്തിനോട് കുട്ടികൾക്ക് അധികം താല്പര്യം കാണത്തില്ല. പ്രഭുപാജിക്കും ഇതേപോലെ ചെയ്തിരുന്നു. പ്രഭുപാജിയും ഗ്രന്ഥത്തെ തന്നെ അവിടെ പിടിച്ചത്, ഭാഗവത്തെ. അന്നേരം നിമായി എന്ത് ചെയ്തു, നേരെ ഗ്രന്ഥങ്ങളുടെ അടുത്ത് തന്നെ പോയി തൊട്ടു. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നും കുഞ്ഞായിട്ട് നിന്നപ്പോൾ ഭഗവാൻ ശ്രീമദ് ഭാഗവതം തന്നെ തൊട്ടു എന്നുള്ളതാണ്. എന്നിട്ട് ആ ഭാഗവത്തെ ഇങ്ങനെ പിടിച്ചു എന്നും പറഞ്ഞു. ഹരേ കൃഷ്ണ. അന്നേരം ഉടനെ അവിടെ കൂടിയിരുന്ന എല്ലാവരും പറഞ്ഞു, കുട്ടി വലിയ പണ്ഡിതനാവും തോന്നുന്നു കേട്ടോ. ആള് ഒരു ഗ്രന്ഥമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, പിന്നെ ഭാഗവതമാണ് തിരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് മഹാപണ്ഡിതനും മഹാവൈഷ്ണവനും ആയിരിക്കും എന്ന് പറഞ്ഞു. ഭഗവാന്റെ വലിയ ഭക്തനായിരിക്കും.
ഒരിക്കൽ നിമ്മായിയുടെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നു പറഞ്ഞു. ഭഗവാൻ ഇങ്ങനെ മുട്ടുകാല എഴഞ്ഞിങ്ങനെ വീട്ടിൻ്റെ മുമ്പിൽ ഇങ്ങനെ എഴഞ്ഞു നടക്കുകയായിരുന്നു. ആ സമയത്ത് ജഗന്നാഥ് മിശ്ര ഉറങ്ങുകയായിരുന്നു. എന്നിട്ട് ശചി മാതയും വേറെന്തോ കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചൈതന്യ മഹാപ്രഭു നിമായി ശചി മാതയുടെ മടിയിലുമായിരുന്നു. ആ നിമിഷം അവിടെ വീട്ടിൻ്റെ മുമ്പിൽ ഒരുപാട് ദേവന്മാരെ കൊണ്ട് നിറഞ്ഞു എന്നുള്ളതാണ്. അവർക്കെല്ലാം പ്രത്യേകം കവചങ്ങളും ഒരുപാട് തലകളും അത്ഭുതകരമായിട്ടുള്ള ശരീരം ഉണ്ടായിരുന്നു. ഒരുപാട് ബ്രാഹ്മണരും ഉണ്ടായിരുന്നു. ശചിമാത പെട്ടെന്ന് ജഗന്നാഥ് മിശ്രയെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ശചിമാതയ്ക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഇതെല്ലാം കണ്ടിട്ട് ശചിമാത വിളിച്ചു കൂവി എന്നുള്ളതാണ്. പക്ഷേ വിളിച്ചു പോവാൻ നോക്കിയിട്ടും ശബ്ദം പുറത്തു വരുന്നില്ലായിരുന്നു. എന്നിട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും കൂടെ ഭഗവാനെ മടിയിൽ നിന്ന് എടുത്തു. എന്നിട്ട് ഒരു സ്വർണ്ണ സിംഹാസനത്തിൽ ഭഗവാനെ ഇരുത്തി. എന്നിട്ട് അത് ഇരുത്തിയതിന് ശേഷം ശുഭമന്ത്രങ്ങളൊക്കെ ജപിച്ച് പല പല ദ്രവ്യങ്ങൾ കൊണ്ട്, ദേവലോക ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യാൻ തുടങ്ങി. എല്ലാ ദേവന്മാരും മുന്നോട്ട് വന്ന് ഭഗവാന്റെ അഭിഷേകം ചെയ്യുകയായിരുന്നു. പാല് കൊണ്ടും, ഇവിടുത്തെ ഒന്നും പാലല്ല, അവിടുത്തെ ദേവലോകത്തെ പാലും തൈരും കൊണ്ട് വലിയൊരു അഭിഷേകം നടന്നു. എന്നിട്ട് അതെല്ലാം ഭഗവാൻ ചിരിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞായിരുന്നു അപ്പം തന്നെ. ഇതെല്ലാം കണ്ടിട്ട് ശചിമാത അത്ഭുതപ്പെട്ട് നിൽക്കാൻ പറ്റും. ദേവിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. അന്നേരം ഭഗവാന്റെ അഭിഷേകം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ അതിസുന്ദരമായിട്ടുള്ളൊരു പട്ടുവസ്ത്രം വെച്ച് തുടച്ചു, പുതിയൊരു വസ്ത്രമൊക്കെ അണിയിപ്പിച്ചു. അതിനുശേഷം ഭഗവാൻ അവരെയൊക്കെ നോക്കിയിട്ട് നാമം ജപിക്കാൻ പറഞ്ഞു, നൃത്തം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ശചിമാത നിമായി നോക്കിയിരിക്കുമ്പോൾ ഭഗവാന്റെ കാലിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, പാദസരമൊന്നുമില്ല. പക്ഷെ എന്നിട്ടും ഭഗവാന്റെ കാലിൽ നിന്ന് പ്രത്യേകതരം ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ കൊച്ചു നിമായി ഇങ്ങനെ നിൽക്കുന്ന, അഭിഷേകമെല്ലാം കഴിഞ്ഞ് സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ദേവന്മാരും കീർത്തനം പാടി നൃത്തം ചെയ്യുകയായിരുന്നു ഭഗവാന്റെ മുമ്പിൽ വെച്ച്. അവരെല്ലാം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് കീർത്തനം ചെയ്യുകയായിരുന്നു ദേവന്മാരെല്ലാവരും. എല്ലാ ദേവന്മാരും നൃത്തം ചെയ്തു. വലിയൊരു സങ്കീർത്തനമായിരുന്നു. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭഗവാനാണെങ്കിൽ നേരെ ചുവ നിൽക്കാൻ പോലും പറ്റത്തില്ല, അത്രയും കുഞ്ഞു പ്രായമാണ്. പക്ഷെ ശചിമാത നോക്കിയപ്പോൾ ദേവന്മാരുടെ കൂട്ടത്തിൽ നൃത്തം ചെയ്യുന്നതായിട്ട് കണ്ടു. എന്നിട്ടൊന്ന് ആലോചിച്ചു, കൊച്ചു കുട്ടി ദേവന്മാരുമായിട്ട് നൃത്തം ചെയ്യുമ്പോൾ എന്തുമായിരിക്കും. എന്നിട്ട് കൊച്ചു നിമായി കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി 2 കാലും പൊക്കി ചാടി ചാടി നൃത്തം ചെയ്യുന്നതായിട്ട് ശചിമാത കാണുകയാണ്. എന്നിട്ട് ഭഗവാനും കൂടെ നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവന്മാർക്ക് ഉത്സാഹം ഇനിയും കൂടി. ഇതെല്ലാം കണ്ടിട്ട് ശചിമാതയ്ക്ക് സഹിക്കുന്നതിനപ്പുറത്ത്, അതായത് താങ്ങാൻ പറ്റുന്നില്ല ഇത്രയ്ക്ക് ആനന്ദം. കാരണം ഇത് കണ്ടിട്ട് ശചിമാതയ്ക്ക് ആനന്ദം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ശചിമാത ആനന്ദം താങ്ങാൻ പറ്റാതെ ബോധം കെട്ടു വീഴുന്നില്ല. എന്നിട്ട് ആ ശചിമാത വീഴുന്ന ശബ്ദം കേട്ടിട്ട് ജഗന്നാഥ് മിശ്ര ഓടി വന്നു എന്നുള്ള. എന്നിട്ട് പറഞ്ഞു, ശചി എല്ലാം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയപ്പെട്ട്, എന്ത് പറ്റി, നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ ശചിമാത കണ്ണു തുറന്നു, ചുറ്റും നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ കൊച്ചു നിമ ഇങ്ങനെ മുട്ടുകാലം ഇങ്ങനെ എഴയുന്നതായിട്ട് കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ബഹളം ഉണ്ടാക്കി ശചിമാത. ഉടൻ തന്നെ ജഗന്നാഥ് മിശ്ര അടുത്തെത്തിയിട്ട്
ഭയപ്പെട്ട് അലറാൻ തുടങ്ങി. അന്നേരത്തേക്ക് പറഞ്ഞു, എന്തു പറ്റി എന്ന് പറഞ്ഞു. അന്നേരം കണ്ട കാഴ്ചകളെല്ലാം ശച്ചിമാത പറയുകയാണ്. കണ്ടില്ലേ, നോക്കൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒന്നുമില്ല. അവിടെ നിമായി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അന്നേരം ശച്ചിമാതയ്ക്ക് മനസ്സിലാവുന്നില്ല ഇത് യഥാർത്ഥത്തിൽ നടന്നോ അതോ ഇത് വെറും സ്വപ്നമായിരുന്നു. ചുറ്റും അഭിഷേകത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ അവിടെ കണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. ഒരു പാലിൻ്റെ ഒരു തുള്ളിയോ അഭിഷേകത്തിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും കണ്ടില്ല. എല്ലാം ഉണങ്ങി തന്നെ ഇരിക്കുകയാണ്. അവിടെ ആരെങ്കിലും വന്നതിൻ്റെ ലക്ഷണങ്ങൾ പോലും ഇല്ല. എന്നാൽ ഇത് കണ്ടിട്ട് ജഗന്നാഥ് മിശ്ര പറഞ്ഞു, ചിലപ്പോൾ നീ സ്വപ്നം കണ്ടതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് തന്നെ എല്ലാവരും ഒരു പ്രത്യേക ഒരു മണിശബ്ദം കേൾക്കുകയാണ്. എല്ലാ ദിശയിലും നോക്കി എവിടെ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെ അവർക്ക് മനസ്സിലായി അത് നിമായുടെ പാദത്തിൽ നിന്നാണ് വരുന്നത്. അതായത് എന്തോ ഒരു പ്രത്യേകതരം മണിശബ്ദം, അത് ഭഗവാന്റെ കാലിൽ എപ്പോഴും ഉള്ളതാണ്. അന്നേരം അത് പക്ഷേ ഇവർ ഒരിക്കലും ഇട്ട് കൊടുത്തിട്ടില്ല. അതിന് അത്ര സമ്പന്ന കുടുംബത്തിലല്ല ഭഗവാൻ ജനിച്ചിരുന്നത്, വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ്. അതാണ് സത്യം പറയാൻ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനോട് കൂടുതൽ ആകർഷണം തോന്നി. അത് നമ്മുടെ ലെവലിലുള്ള ഭഗവാനാണ് ചൈതന്യ മഹാപ്രഭു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെയാണ്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. ആള് സർവ്വ ഐശ്വര്യത്തിലുമാണ് ജീവിക്കുന്നത്. അഖില കൂടി ബ്രഹ്മാണ്ഡ നായകൻ, ദ്വാരകാനാഥൻ. പക്ഷെ അതേ ഭഗവാൻ സാധാരണ ഒരു കുടുംബത്തിൽ സാധാരണ ഒരു കുട്ടിയായിട്ട് ജീവിക്കുകയാണെന്നുള്ളത്, ഒരു സാധാരണ ഒരു ബ്രാഹ്മണ പയ്യനായിട്ട്. എന്തായിരിക്കും ഒരു മാധുര്യമാ ഇതില്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം കുട്ടിക്ക് അത്രത്തോളം സമ്പന്നത ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. പക്ഷേ ഭഗവാന് സ്വാഭാവികമായിട്ടും ഐശ്വര്യം എല്ലാം ഉണ്ട്. ആ ഐശ്വര്യത്തെ പ്രദർശിപ്പിക്കാൻ ഭഗവാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല നിമായായിട്ടിരിക്കുമ്പോൾ. പക്ഷെ എന്നിട്ടും എന്താ പറയുന്നത്, ഷജിമാതയ്ക്കും ജഗന്നാഥ് മിശ്രയ്ക്കും കാലില് പാദസരത്തിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റുമോ? പക്ഷെ കാലിൽ നോക്കുമ്പോൾ പാദസരം ഒന്നുമില്ല. ഇങ്ങനെയായിരുന്നു ഒരു ഭക്ത ചോദ്യം, ദേവന്മാർ സമ്മതിച്ചതാണോ അക്കാലത്തുള്ള ഗുരുദേവ്? അത് എപ്പോഴും ഉണ്ട് ഭഗവാന്റെ കാലിൽ, എപ്പോഴും ദേവന്മാർ കൊടുത്തതായിരിക്കാം. ശശിമാത അങ്ങനെ കേട്ടു. അന്നേരം ഓരോ ദിവസവും ഇങ്ങനെയായിരുന്നു. പല പല ലോകവാസികൾ പല പല വേഷത്തിൽ അവിടെ ഭഗവാനെ കാണാൻ വരുമെന്നുള്ളു. എങ്ങനെയുണ്ട് മഹാപ്രഭുവിന്റെ ലീലകൾ? സൂപ്പറല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തു പറയുന്നു? തുടരാം. ഇത് കഴിയുമ്പോൾ നമ്മളെ വേറൊരു ലോകത്തായിരിക്കും. ഭഗവാൻ അനുവദിക്കട്ടെ മഹാപ്രഭുവിൻ്റെ ഈ ലീലകൾ കംപ്ലീറ്റ് ചെയ്യാൻ ആ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടരാം. നമുക്ക് തുടരണമെങ്കിൽ ഗൗര എന്ന് പറയണം കേട്ടോ, കമൻസിലിടും. നിതായ് ഗൗര എന്ന് ടൈപ്പ് ചെയ്യാം. നിതായ് ഗൗര, ഗൗർ നിതായ്. ഒരു ദിവസം ആ നീമിന്റെ വൃക്ഷം ഇപ്പോൾ കാണുന്നതാണോ ഗുരുജി? അത് തന്നെയാണ്, സെയിം. ഒരു ദിവസം ശചിമാത നമ്മുടെ കൊച്ചു നിമായെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കൊച്ചു നിമായി കരയാൻ തുടങ്ങി. കാരണം കൃഷ്ണൻ തന്നെയാണല്ലോ. കുസൃതി, പിന്നെ പിടിവാശി എല്ലാ ആൾക്കും ഉണ്ട്. നിറം മാത്രമേ മാറിയിട്ടുള്ളേ. നിറം രാധാറാണിയുടെ ഭാവം കൂടെ ഉള്ളൂ. പക്ഷെ തനി സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. കുസൃതി അതൊക്കെ ഒറിജിനലായിട്ടുണ്ടെന്നുള്ളത്. അന്നേരം ഭഗവാനെ എടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ ശചിമാത കൊച്ചു നിമായെ ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഉടനെ നിമായി കരയാൻ തുടങ്ങി. അന്നേരം ശചിമാത പറഞ്ഞു, മോനെ കരയാതെ, നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞു. അന്നേരം ഉടനെ പറഞ്ഞു, ഞാൻ എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ചോദിച്ചു. ഉടനെ ശചിമാത പറഞ്ഞു, മോൻ എന്ത് പറഞ്ഞാലും ഞാൻ തരാം. യശോദമ്മയാണല്ലോ, അറിയാലോ. ഈ ലോകത്തിലെ
ഏറ്റവും ബെസ്റ്റ് മദറും ഏറ്റവും ബെസ്റ്റ് മകനുമാണ്. ഇങ്ങനൊരു അമ്മ ഈ ലോകത്ത് വേറെ ഇല്ല, ഇങ്ങനൊരു മകനും വേറെ ഈ ലോകത്തില്ലെന്നുള്ള. അതാണ് യശോദ അമ്മയും ഉണ്ണിക്കണ്ണനും. അന്നേരം ഉടനെ നിമായി ചോദിച്ചു, അമ്മ ഞാൻ എന്ത് ചോദിച്ചാലും തരുമെന്ന് ചോദിച്ചു. അന്നേരം ഉടനെ ശശിമാത പറഞ്ഞു, പിന്നെ മോൻ ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അന്നേരം നിമായി നോക്കിയപ്പോ ആകാശത്ത് ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചിരിക്കുന്നു. അന്നേരം പൂർണ്ണ ചന്ദ്രനായിരുന്നു, പൗർണമി ദിവസമായിരുന്നു. അന്നേരം നിമായി ഉടനെ ചന്ദ്രനെ കാണിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ആ ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞു. അന്നേരം ശശിമാത ആകെ പരിഭ്രമത്തിലായി. അന്നേരം ഉടനെ ഭഗവാൻ കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മയല്ലേ പറഞ്ഞ ഞാൻ ചോദിച്ച എന്ത് തരും, അതുകൊണ്ട് എനിക്ക് ആ ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ചന്ദ്രനെ വേണമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കരയാൻ തുടങ്ങിയതാണ്. അന്നേരം പാവം ശശിമാതയ്ക്ക് അറിഞ്ഞോണ്ട് ഇനി എന്താ ചെയ്യുന്നത്. ആ സമയത്ത് എന്തു പറ്റി, കുറെ കാർമേഘം വന്ന് ചന്ദ്രനെ അങ്ങ് മൂടി. എന്നിട്ട് ശശിമാത പറഞ്ഞു, നോക്ക് ആ ചന്ദ്രൻ, അത്രയ്ക്ക് സൗന്ദര്യമൊന്നും ആ ചന്ദ്രൻ ഇല്ല. ആ ചന്ദ്രന്റെ മുഖത്ത് കണ്ടോ ഒരുപാട് കുത്തുകളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് നീ ആ ചന്ദ്രനെ ആഗ്രഹിക്കുന്നത്? നിന്റെ മുഖമല്ലേ മോനെ ആ ചന്ദ്രനെക്കാട്ടി സുന്ദരമായിട്ടിരിക്കുന്നു. കോടാനുകൂടി ചന്ദ്രന്മാര് ചന്ദ്രൻ അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ശശിമാതയുടെ ഭക്തി, ഭഗവാനോടുള്ള പ്രേമം. അന്നേരം ഇവിടെ ശശിമാത പറയുവാണ്, മോനെ കോടാനുകോടി ചന്ദ്രന്മാരെക്കാട്ടിയും സൗന്ദര്യം എൻ്റെ മോന്റെ മുഖത്താണ്. നിന്നെ പോലെ ഒരു ചന്ദ്രൻ ഉദിച്ചിരിക്കുന്നോണ്ട് നാണിച്ചിട്ടാണ് ഇതുകൊണ്ട് ചന്ദ്രൻ കാർമേഘത്തിന്റെ ഇടയിൽ ഒളിച്ചത്. നിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാണിച്ചിട്ടാണ് ആ ചന്ദ്രൻ പോയി ഒളിച്ചത് കണ്ടോന്ന്. ചന്ദ്രന്റെ മുഖത്ത് മുഴുവൻ കൊത്തുകളൊക്കെയാണ്. നിന്റെ മുഖം അത്ര സുന്ദരമാണ്, നീയല്ല എൻ്റെ ചന്ദ്രൻ എന്ന് പറയുകയാണ് ശശിമാത. ഒരിക്കൽ നമ്മുടെ നിമായി വളരെയധികം ദേഷ്യപ്പെട്ടു. എന്നിട്ട് ദേഷ്യം കൊണ്ട് കൊച്ചു കൈകൾ വെച്ച് ശശിമാതയെ ഇടിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ ആ ഇടി കൊണ്ടിട്ട് ശശിമാത എന്ത് ചെയ്തു, ബോധം കെട്ട് വീണു. അത്ര സ്ട്രോങ് ആയിട്ടൊന്നും അല്ല ഇടിച്ചത്, ഇത് കൊച്ചി ഇങ്ങനെ ഇടിക്കുന്ന പോലെ ഭഗവാൻ ഇടിച്ചതാ. ഉടനെ ശശിമാതയും വിട്ടുകൊടുത്തില്ല. ശശിമാത എന്ത് ചെയ്തു, ബോധം കെട്ടതായിട്ടൊക്കെ അഭിനയിച്ചു കിടപ്പു. ഉടൻ തന്നെ അടുത്ത് നിൽക്കുന്ന മറ്റു അമ്മമാരൊക്കെ ഭഗവാനെ ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞിട്ട്, നീ ഒരിക്കലും അമ്മ ഇങ്ങനെ ഇടിക്കാൻ പാടില്ല, നിന്റെ അമ്മയ്ക്കുടെ ബോധം പോയി, അമ്മയുടെ ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ നീ എവിടുന്നെങ്കിലും 2 നാളികേരം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാന് ടെൻഷനായെന്നുള്ളത്. അയ്യോ എൻ്റെ അമ്മ പോയോ എന്ന് പറഞ്ഞ് പേടിച്ച് ഭഗവാൻ പുറത്തു പോയിട്ട് 2 തേങ്ങ കൊണ്ടുവന്നു. അന്നേരം ഇവർ വിചാരിച്ച് ഈ കുട്ടിക്ക് എവിടെ നിന്ന് നാളികേരം കിട്ടുമെന്ന്. എന്നിട്ട് നാളികേരം കൊണ്ടുവന്നപ്പോഴത്തേക്ക് ശശിമാത ചിരിച്ചു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ പറയും, ഞാൻ ഈ അമ്മ അടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ സ്നേഹമൊക്കെ കണ്ടിട്ട് ശശിമാത നിമായി കെട്ടിപ്പിടിച്ചു എന്നുള്ളത്. പക്ഷെ ആർക്കും മനസ്സിലായില്ല ഈ നാളികേരം എവിടെ നിന്നാണ് ഭഗവാൻ കൊണ്ടുവന്നത്. ഭഗവാൻ എന്താ, നാളികേരം എന്ന് പറയുമ്പോൾ നാളികേരം വന്നിരിക്കുമല്ലോ. ഭഗവാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എങ്ങനെയോ സംസാരിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ.
സംസാരിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് ഭഗവാൻ കരയാൻ തുടങ്ങി. എത്ര പറഞ്ഞിട്ടും കരച്ചിൽ നിർത്തുന്നില്ല. ഉടനെ ജഗന്നാഥ് മിശ്ര ചോദിച്ചു, എന്താ കുട്ടി കരയുന്നത്? പക്ഷെ നിമായാണെങ്കിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടൻ തന്നെ അന്നേരം ഭഗവാന്റെ കരച്ചിൽ നിർത്താനായിട്ട് ഒരു വൈദ്യരെ വിളിച്ചു. വൈദ്യൻ ഭഗവാനെ കുറെ നോക്കി, എന്നിട്ട് പറഞ്ഞു, കുട്ടിക്ക് അസുഖമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഉടനെ ജഗന്നാഥ് മിശ്ര ചോദിച്ചു, മോനെ നീ കരച്ചിൽ നിർത്താൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം ഭഗവാന് കഷ്ടിച്ച് എന്തെങ്കിലും ഇങ്ങനെ മുറിവാക്കുകളിലൂടെ ഇങ്ങനെ സംസാരിക്കാനേ പറ്റൂ. കംപ്ലീറ്റ്ലി ഇങ്ങനെ സംസാരിക്കാറായിട്ടില്ല. അന്നേരം ഇങ്ങനെ കഷ്ടിച്ച് ഇങ്ങനെ ഓരോ വാക്കുകൾ ഇങ്ങനെ തപ്പിപ്പിടിച്ചാണ് സംസാരിക്കുന്നത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, എനിക്ക് 2 പേരുടെ വീട്ടിൽ പോകണം. ജഗദീഷ് പണ്ഡിതും ഹിരണ്യ പണ്ഡിതും അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോകുന്നു. അന്നേരം ഉടനെ ജഗന്നാഥ് മിശ്ര പറഞ്ഞു, അതാരാണ്? അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഇത് ആരാണ് ഇത്? അന്നേരം ഉടനെ പറഞ്ഞു, അവര് വലിയൊരു സദ്യ തയ്യാറാക്കിയിട്ടുണ്ട് ഏകാദശിയുടെ, എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അന്നേരം ജഗന്നാഥ് മിശ്ര വിചാരിച്ചു, ഈ കൊച്ചു കുട്ടിക്ക് എങ്ങനെയാണ് ഏകാദശിയെ കുറിച്ച് അറിയുന്നത്? എന്നിട്ട് എങ്ങനെ അറിയാം ഇങ്ങനെ 2 പേര്, ജഗദീഷ് പണ്ഡിതും ഹിരണ്യ പണ്ഡിതും എന്ന് പറയുന്ന 2 ഭക്തര് ഉണ്ട്, ഭാര്യയും ഭർത്താവാണ്. അന്നേരം അവരവിടെ വലിയൊരു സദ്യ തയ്യാറാക്കിയെന്ന് എങ്ങനെ എൻ്റെ മകനറിയാം? അതുകൂടാതെ അവരാരും ക്ഷണിച്ചിട്ടുമില്ല. എന്തായാലും ജഗന്നാഥ് മിശ്ര വിചാരിച്ചു, എന്തായാലും അവിടെ പോയി തന്നെ നോക്കാം. അങ്ങനെ ഭഗവാനെ തോളയിൽ ഇരുത്തിക്കൊണ്ട് ജഗന്നാഥ് മിശ്ര അവിടെ എത്തുകയാണ്. ഗംഗാ നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെ തീരത്താൻ. അവിടെ എത്തിയപ്പോൾ നിമായുടെ അച്ഛൻ ജഗന്നാഥ് മിശ്ര നോക്കിയപ്പോൾ 108 വിഭവങ്ങളാണ് ഹിരണ്യ പണ്ഡിതും ജഗദീഷ് പണ്ഡിതും ഭഗവാന് നിവേദിക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അന്നേരം പൊതുവെ ഏകാദശി ദിവസം നമ്മൾ അന്നം കഴിക്കാറില്ല. പക്ഷെ ഇവരാണെങ്കിൽ ഭഗവാന് എന്തു പറയുന്ന, അന്നേരം സാധാരണ രീതിയിൽ നമ്മൾ ഏകാദശി ദിവസം ഏകാദശിക്ക് അനുയോജ്യമായിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. എന്നിട്ട് ആ ഭക്ഷണമാണ് ഭഗവാന് നിവേദിക്കുന്നത്. അതായത് കപ്പയോ ചാമയോ ചവരിയോ അതൊക്കെ വെച്ച്. അന്നേരം ഏകാദശിക്ക് അനുകൂലമായിട്ടുള്ള ഭക്ഷണമായിരിക്കും, ഫലമൂലാദികളൊക്കെ ആയിരിക്കും നമ്മൾ ഭഗവാൻ നിവേദിക്കുന്നത്. പക്ഷെ ഇവര് എല്ലാ ഏകാദശിക്കും ഇവരെന്ത് ചെയ്യും? ഭഗവാന്റെ ഏകാദശി ഇല്ലല്ലോ, അതുകൊണ്ട് അന്നം തന്നെ ഭഗവാൻ എന്നും കൊടുക്കും. അന്നേരം ഇവർ 108 വിഭവങ്ങളാണ് ഭഗവാന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അന്നേരം അത്രയും സ്നേഹത്തോടുകൂടി ഭഗവാന് വേണ്ടി തയ്യാറാക്കിയപ്പോൾ ഇത് സാക്ഷാൽ ഭഗവാനാണല്ലോ, ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുക. അന്നേരം അവരോട് കാരുണ്യം കൊടുക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെ 108 വിഭവങ്ങളാണ് ഭഗവാന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. അന്നേരം ജഗന്നാഥ് മിശ്ര ചോദിച്ചു, എന്താണ് ഇന്ന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ, ഇത് ഇന്നൊരു പ്രത്യേക വാർഷിക ആഘോഷമാണ്, അതുകൊണ്ടാണ് ഇത്രയും നിവേദ്യം ഭഗവാന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അന്നേരം ജഗന്നാഥ് മിശ്ര പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഇത് കേട്ട ഉടനെ അവർക്കും അത്ഭുതമായി. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ കുട്ടി മനസ്സിലാക്കി? അന്നേരം അവർക്ക് തോന്നി, ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണോ? അല്ലെങ്കിൽ എന്നാലും ഇവിടെ പറഞ്ഞു, ഇത് എങ്ങനെ മനസ്സിലാക്കി ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയായിരിക്കും? അതുകൊണ്ട് എന്ത് ചെയ്തു? കൊച്ചുകുട്ടിയാണ് ഭഗവാൻ, ഒരു 6-7 മാസം പ്രായമേ ഉള്ളൂ.
അല്ല ക്ഷമിക്കണം, ഇപ്പോൾ നടക്കാറായി, ഒരു 2-3 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ ഭഗവാന് ആ വിഭവങ്ങളെല്ലാം കഴിച്ചു എന്നുള്ളതാണ്, കൊച്ചുകുട്ടിയായിട്ട് പോലും വളരെ സന്തോഷത്തോടു കൂടി ആ നിവേദ്യം എല്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. അന്നേരം വൃന്ദാവനത്തിൽ എങ്ങനെയാണോ ഓരോ ഗോപികമാർക്കും ഭഗവാന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വലിയ സന്തോഷമാണ്, അതേപോലെ നിമായെ കാണുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് തോന്നും. അത് ഭഗവാനല്ലേ, അത്രയ്ക്ക് സുന്ദരനാണ്. പിന്നെ സാക്ഷാൽ ഭഗവാനാണ്. നമുക്ക് തന്നെ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നൊക്കെ തോന്നും അല്ലേ. അന്നേരം ഇത് സാക്ഷാൽ ഭഗവാൻ ഭഗവാൻ തന്നെ കുഞ്ഞായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ എത്രയോ ലീലകൾ കേൾക്കുന്നു അല്ലേ. അതൊക്കെ എത്ര മനോഹരമാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ഇത് സാക്ഷാൽ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലേ. അന്നേരം നവദ്വീപിലുള്ള എല്ലാവർക്കും ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തോന്നുമായിരുന്നു. ഒരിക്കൽ 2 കള്ളന്മാർ നിമായെ കണ്ടു. വീട്ടിന് മുമ്പിൽ ഭഗവാൻ കളിക്കുന്നതായിട്ട് കണ്ടു. ഉടനെ കള്ളന്മാർ തമ്മി സംസാരിച്ചു. അന്നേരം ആരോ സമ്മാനം നൽകിയ കുറച്ച് ആഭരണങ്ങൾ ഭഗവാന്റെ കഴുത്തിലുണ്ടായിരുന്നു, ആരൊക്കെയോ സമ്മാനിച്ച. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജഗന്നാഥ് മിശ്രയ്ക്കും നിമായ അമ്മയ്ക്കും ശശിമാതയും വളരെ പാവപ്പെട്ട ബ്രാഹ്മണരായിരുന്നു, അവർക്കതൊന്നും വാങ്ങാൻ കഴിയില്ല. പക്ഷെ ആരൊക്കെയോ ഭഗവാന് ഉപഹാരമായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ഈ 2 കള്ളന്മാരും തമ്മി ചർച്ച ചെയ്യുകയാണ്. ഇതൊരു കൊച്ചുകുട്ടിയാണല്ലോ, പക്ഷെ ദേഹത്ത് ആഭരണങ്ങളൊക്കെ ഉണ്ട്, അതെന്തായാലും ഒരുപാട് കാശ് നമുക്ക് ലഭിക്കും, എന്തായാലും വലിയ സമ്പന്ന കുടുംബത്തിലാണെന്ന് തോന്നുന്നു, നമുക്ക് അവനെ തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. എന്നിട്ട് നിമായുടെ അടുത്തെത്തിയിട്ട് കള്ളന്മാർ പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ മാമന്മാരാണ് കേട്ടോ, നിനക്ക് ഞാൻ മധുര പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ നിമായി പറഞ്ഞു, എനിക്ക് മധുരങ്ങൾ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ വരൂ, നമുക്ക് പുറത്തു പോയി കുറച്ച് അകലെ പോയി കഴിഞ്ഞാൽ മോനെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കള്ളന്മാർ നിമായിയെ തോളത്ത് വെച്ചുകൊണ്ട് അവിടെ നിന്ന് പോയെന്നുള്ളത്. കാരണം നിമായി വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം ഇത്രയും പുറത്ത് കറങ്ങാൻ ഇതുവരെ പോയിട്ടില്ല. എന്നിട്ട് കള്ളന്മാർ ചിന്തിക്കുകയാണോ, ഇതോടുകൂടി നമ്മുടെ ദാരിദ്ര്യം എല്ലാം തീരും, എന്നിട്ട് കുട്ടിയെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ട് കുട്ടിയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തട്ടിയെടുക്കാൻ തോന്നും. അങ്ങനെ നഗരത്തിൽ മൊത്തത്തിൽ കറങ്ങി എന്നുള്ള. അപ്പോൾ നവദ്വീപ് അന്ന് വലിയ ഒരു പട്ടണമായിരുന്നു. അന്നേരം നവദ്വീപ് പുറത്തു പോയി. അന്നേരം വലിയ എന്താ പറയുന്നത്, തെരുവുകളിലൂടെയൊക്കെ പോയി വലിയ വലിയ കമ്പോളങ്ങളൊക്കെ കഴിഞ്ഞ്. അന്നേരം അതെല്ലാം കഴിഞ്ഞപ്പോൾ നിമായി പറഞ്ഞു, എൻ്റെ മധുര പലഹാരങ്ങളെന്ന് ചോദിച്ചു. നീ പറഞ്ഞു എനിക്ക് മധുര പലഹാരങ്ങൾ തരാം. അപ്പം തന്നെ മധുര പലഹാരത്തിൻ്റെ ഒരു കട കണ്ടു. അവിടെ നിന്ന് ഭഗവാന് വേണ്ടി സന്ദേശം, രസഗുള്ള, ലഡ്ഡു അതൊക്കെ മേടിച്ച് ഭഗവാനെ കൊടുത്തു. എന്നിട്ട് ഭഗവാന് അതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഉടൻ തന്നെ വീട്ടിൽ പോവാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഇങ്ങനെ സമാധാനിപ്പിക്കുക നിമായിയെ. പക്ഷെ ഇവരുടെ പ്ലാൻ ഭഗവാനെ എവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാം തട്ടിയെടുക്കുമെന്നായിരുന്നു. എന്നിട്ട് ഇവർ മനസ്സിൽ അവരുടെ ഒളിത്താവളത്തിലേക്ക് പോകാൻ മനസ്സ് ഇങ്ങനെ വെച്ച് ഉറപ്പിച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഒഴിഞ്ഞ സ്ഥലം അവർ കണ്ടുപിടിച്ചു. ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, ഭഗവാൻ വന്നപ്പോഴത്തേക്ക് ഉറങ്ങിയതായിട്ട് കണ്ടു. ഭഗവാനെ അവിടെ കിടത്തി. എന്നിട്ട് കിടത്തിയ ഉടൻ തന്നെ അവരുടെ കൺമുന്നിലെ കാഴ്ചകളെല്ലാം മറഞ്ഞു എന്നുള്ളതാണ്.
അതായത് ആ ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാനെ അങ്ങോട്ട് കിടത്തിയ ഉടൻ തന്നെ എവിടെ നിന്നാണോ കൊച്ചു നിമായിയെ ഇവർ തോളിൽ ഏറ്റി കൊണ്ടുപോയത് അതേ സ്ഥലത്ത് അവിടെ നിൽക്കുകയായിരുന്നു അവർ. അതായത് കറക്റ്റ് ഭഗവാന്റെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതായത് ഭഗവാനെ അങ്ങോട്ട് തറയിൽ കിടത്തിയതും അവർ നോക്കിയപ്പോൾ അവർ എവിടെ നിൽക്കുന്നു? ഭഗവാന്റെ വീട്ടിൻ്റെ മുമ്പത്ത് നിൽക്കുന്നു. ആ സമയത്ത് ജഗന്നാഥ് മിശ്രയും ശചി മാതയും ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിമായ എവിടെ, നിമായ എവിടെയെന്ന്. എന്നിട്ട് ചില വ്യക്തികളിൽ നിന്ന് കേട്ടു അപരിചിതരായിട്ടുള്ള 2 പേര് കുട്ടിയും കൊണ്ട് പോകുന്നതായിട്ട്. അന്നേരത്തേക്ക് അറിയാലോ എന്തായിരിക്കും ശചി മാതയുടെയും നന്ദ മഹാരാജിൻ്റെയും ജഗന്നാഥ് മിശ്രയുടെയും വിഷമാവസ്ഥയും. എല്ലായിടത്തും നിമായ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയൽവാസികൾ എല്ലാവരും. കാരണം അത്രയ്ക്ക് ഭഗവാൻ പ്രിയങ്കരനായിരുന്നു, വൃന്ദാവനത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നപ്പോൾ പോലെ തന്നെ. ഉടൻ തന്നെ നിമായി ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് എത്തി. അന്നേരം ഉടനെ നിമായി നീ എവിടെയായിരുന്നു എന്നൊക്കെ സന്തോഷത്തോടു കൂടി ജഗന്നാഥ് മിശ്രയും ശചി മാതയും ചോദിച്ചു. നിമായി കണ്ടപ്പോഴത്തേക്ക് അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ കള്ളന്മാർക്കാണെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞില്ല. അവർ ഭഗവാനെ താഴെ കിടത്തി ഉടൻ തന്നെ ഭഗവാന്റെ വീട്ടിൻ്റെ മുമ്പത്തായിരുന്നു ഇവിടെ എത്തിയത്. അപ്പോൾ ഭഗവാൻ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും ചെയ്തു. അപ്പോൾ ജഗന്നാഥ് മിശ്രയും ശചി മാതയും വിചാരിച്ച എന്താ, എൻ്റെ കുട്ടി കാണാതെ ആരോ തട്ടിക്കൊണ്ട് പോയത്, അന്നേരം ഇവരാണ് കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. അവർ ഇവരെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഉപഹാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ വിചാരിച്ചു, അയ്യോ നമ്മളെ ഇപ്പം പിടിക്കും, ഇവരെന്നി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവർ ഓടിയുന്നുണ്ട്. അന്നേരം ഉടനെ ജയറാം ചോദിച്ചു, ഇവരെന്തിനാ ഓടുന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ അവരൊരിക്കലും വിചാരിച്ചില്ല ഭഗവാന്റെ ആഭരണങ്ങളൊക്കെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നവരാണ്. അവർ വിചാരിച്ചു നല്ല വ്യക്തികളാണ്, അവരാണ് നമ്മുടെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഈ 2 കള്ളന്മാരും എവിടെയോ ഒളിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ദേവി, അവർ ഭദ്രകാളി ദേവിയുടെ ഉപാസകരായിരുന്നു, ദേവിയാണ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്, ഒന്നിപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ പിടിക്കപ്പെടേണ്ടവരായിരുന്നു. എന്നാൽ ഇതിനു ശേഷം ജഗന്നാഥ് മിശ്ര കൂടുതൽ ഭയപ്പെട്ടു കുട്ടിയുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചും. അതുകൊണ്ട് കുട്ടിയുടെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും നിമായി ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് കളിക്കാൻ തുടങ്ങി. ഭഗവാന് പല പല നാടകങ്ങളൊക്കെ കളിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ കളി ചിരി തമാശയിൽ ഭഗവാന്റെ കുട്ടിക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം നമുക്ക് നാളെ രാവിലെ വായിക്കാം. നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ഗൗരഭാഗം തുടരാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അതിമനോഹരമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെ വൃന്ദാവന ലീലകളെപ്പോലെ ഒരുപക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ മാധുര്യമായിരിക്കും നിമായുടെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല എന്ന് പറയുന്നത്. നാളെ രാവിലെ 6 മണിക്ക് നമുക്കിനി ശേഷം ഭാഗം ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ.